നമ്മൾ എങ്ങനെയായിരിക്കും പ്രൊസീഡ് ചെയ്യുക? ഞാൻ ആദ്യമേ ഹിസ്റ്ററി ഓഫ് ഫിലോസഫി, ഇൻട്രഡക്ഷൻ ടു ഫിലോസഫി ഭാഗികമായിട്ട് ഒന്ന് പരിചയപ്പെടുത്താം. മെയിൻലി പ്രീ സോക്രാറ്റിക് ഗ്രീക്ക് ഫിലോസഫി, തുടർന്ന് ക്രിസ്തീയ ദൈവശാസ്ത്രവുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഗ്രീക്ക് തത്വചിന്തയിലെ സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ മുതലായവരുടെ ചിന്തകള്, പിന്നെ നമ്മുടെ സ്കോളാസ്റ്റിക് ഫിലോസഫി, സെയിന്റ് അഗസ്റ്റിൻ, സെയിന്റ് ആൻസ്ലേം, തോമസ് അക്വീനാസ് മുതലായവരെ, പിന്നെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ദൈവവാസ്തവത്തെ പറ്റി ചില കണ്ടംപററി വിഷയങ്ങളൊക്കെ കൂടെ നമുക്ക് സമയം അനുവദിക്കുന്ന പോലെ ഭാഗികമായിട്ട് ചർച്ച ചെയ്യാം. മുഴുവനും ചർച്ച ചെയ്യാൻ നമുക്ക് സമയം കിട്ടില്ല. എന്നിരുന്നാൽ പോലും ക്വിക്കായിട്ടൊരു ഓവർവ്യൂ, നിങ്ങൾ ഓൾറെഡി പഠിച്ചവരായതുകൊണ്ട് എല്ലാം ഞാൻ വിശദമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. പിന്നെ ആവശ്യമുള്ള കൂടുതൽ വിപുലമായ നോട്ട് ആവശ്യമുള്ളവർക്ക് ഇംഗ്ലീഷിൽ മലയാളത്തിൽ പുസ്തകമുണ്ട്, ഇംഗ്ലീഷിൽ വേറെ നോട്ട് പിന്നീട് നോക്കാം. ഓക്കെ, ഫസ്റ്റ്ലി ഫിലോസഫി എന്ന് പറയുന്നത് തന്നെ അതിന്റെ എറ്റിമോളജി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. ഫിലോസ് ആൻഡ് ലോഗോസ് എന്നുള്ള വാക്കിൽ നിന്ന് ലവ് ഓഫ് വിസ്ഡം. വിസ്ഡം എന്ന് പറയുന്നത് വെറും നോളജ് അല്ല, അത് ട്രാൻസ്ഫോർമേറ്റീവ് ആണ്. വിജ്ഞാനം എന്ന് പറയുന്നത് തന്നെ അറിവ്, അണ്ടർസ്റ്റാൻഡിങ് ഈസ് നോവിങ് പ്ലസ് ലിവിങ് എന്നാ പറയുന്നത്. അറിഞ്ഞു മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ കേട്ടുപോകാം, കണ്ടുപോകാം, പക്ഷെ മനസ്സിലാക്കൽ എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ്. അണ്ടർസ്റ്റാൻഡിങ് ഹെർമനോട്ടിക്സിലെ ഒരു തത്വമാണ്. അണ്ടർസ്റ്റാൻഡിങ് ഈസ് നോവിങ് പ്ലസ് ലിവിങ്. അറിഞ്ഞു കഴിഞ്ഞാൽ അത് സ്വമേധയാ പ്രാക്സിസ് ആയിട്ട് മാറും പോലും, പ്രയോഗത്വപരമായിട്ടുള്ള ജീവിത രീതിയിലേക്ക് അത് കൊണ്ടുവരുമെന്ന്. അതാണ് തത്വചിന്തയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് സോക്രട്ടീസിനെ പോലെയുള്ളവര് നിർഭയമായിട്ട് വിഷം കുത്തിക്കോ എന്ന് പറഞ്ഞ് കയ്യെ നീട്ടിക്കൊടുക്കുന്നത്. അറിവിനാൽ രൂപീകരിക്കപ്പെട്ടവരാണ് ബേസിക്കലി. അതാണ് വിസ്ഡവും നോളജും തമ്മിലുള്ള അന്തർ. ട്രാൻസ്ഫോർമേറ്റീവ് നോളജ് ആണ് ഇൻസൈറ്റ്ഫുൾ വിസ്ഡം എന്ന് പറഞ്ഞു. റെയ്മൺ പണിക്കര് അന്താരാഷ്ട്ര പ്രശസ്തനായ തത്വജ്ഞാനും ദൈവശാസ്ത്രജ്ഞനുമാണ്. അദ്ദേഹം പറയും, the fundamental problems of the world are because we have failed to raise the fundamental questions. മൗലികമായ ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മൾ പരാജയപ്പെടുന്നത് കൊണ്ടാണ് ലോകത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് ലുഡ്വിഗ് വിറ്റ്ഗൻസ്റ്റൈൻ പറയും, the solution to the problems of philosophy is a dissolution of the problem. നമ്മൾ ദൈവം ഉണ്ടോ, അല്ലെ എന്തുകൊണ്ടാണ് സഹനം, അല്ലെ എന്തുകൊണ്ട് മരിക്കുന്നു, ഈ വക മൗലിക പ്രശ്നങ്ങളുമായിട്ട് സ്ട്രഗിൾ ചെയ്യുമല്ലേ. ഈ പ്രോബ്ലംസ് ഒന്നും ശരിക്കും പ്രോബ്ലം അല്ല. യഥാർത്ഥമായ അർത്ഥങ്ങൾ നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ, ജീവിതത്തിന്റെ സൗന്ദര്യവും സുഭഗതയും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ദാർശനിക പ്രശ്നങ്ങൾ പലതും പ്രശ്നങ്ങളല്ല, പ്രശ്നങ്ങളെ പിരിച്ചുവിടുന്നിടത്താണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതെന്ന് വിറ്റ്ഗൻസ്റ്റൈൻ പറഞ്ഞു. ഞാൻ ഫിലോസഫിയുടെ ആ മൗലികത ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി ഈ പോയിന്റുകളൊന്ന് അടിവരയിട്ടു എന്നുള്ളത്. തത്വജ്ഞാനത്തിന്റെ ആരംഭ ബിന്ദുവായിട്ട് പലരും പറയുന്നത്, പ്ലേറ്റോ തന്നെയാണ് പറഞ്ഞത്, അത്ഭുതമാകുന്നു എന്ന്. കൊച്ചു കുഞ്ഞ് അമ്പിളിമാമിനെ നോക്കി എനിക്ക് പിടിച്ചു തരാമോ എന്ന് പറയുമ്പോൾ അവൻ അതിനോടകം തന്നെ ദാർശനികനായി കഴിഞ്ഞു. നമ്മുടെ അമ്മമാർ തന്നെ വലിയ ദാർശനികരായ ജീവിതത്തോടുള്ള അവരുടെ അസ്തിത്വപരമായ സമീപനം നോക്കുമ്പോൾ, ഭാരതീയ തത്വചിന്തയിലെ മഹത്തരമായ വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ വിരചിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനം എന്താണെന്ന് പറയുന്നുണ്ട്. കൂടെ ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? സേജസുകൾ ചോദ്യങ്ങൾ ചോദിച്ച് പ്രകൃതിയെ കണ്ടിട്ട്. കറുത്ത പശു എന്തുകൊണ്ടാണ് വെളുത്ത പാല് നമുക്ക് പ്രദാനം ചെയ്യുന്നത്, കറുത്ത പാല് തരാതെ? എത്ര അത്ഭുതമായത്! ലോകത്തിലുള്ള പുഴകളെല്ലാം കടലിലേക്ക് ഒഴുകുന്നു, പക്ഷെ ഈ കടൽ എന്തുകൊണ്ടാണ് ഒരു കാലത്തും കരകവിഞ്ഞൊഴുകാത്തത്? ഇതൊക്കെ അവരെ മതിക്കുന്ന ചോദ്യങ്ങളായിരുന്നു. ഇപ്പൊ പ്രകൃതി വിസ്മയമാണ് തത്വചിന്തയുടെ ആരംഭം എന്ന് പറയുന്നത്. വണ്ടർ ഈസ് സെറ്റ് വിത്ത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ഫിലോസഫി. ഇതാണ് പൊതുവെ തത്വശാസ്ത്രത്തെ പറ്റി പറയുന്ന ഒരു നിർവചനം. ഈസ് ദി സയൻസ് വിച്ച് ബൈ ദി നാച്ചുറൽ ലൈറ്റ് ഓഫ് റീസൺ സ്റ്റഡീസ് ദി ഫസ്റ്റ് കോസസ് ഓർ ഹൈയസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഓൾ തിങ്സ് ഇൻ ആസ് മച്ച് ആസ് ദേ ബിലോങ് ടു ദ നാച്ചുറൽ ഓർഡർ. ഇൻ അതർ വേർഡ്സ്, പ്രകൃതിബദ്ധമായ തലത്തിൽ കിടക്കുന്ന കാര്യങ്ങളെ സംബന്ധിക്കുന്ന ആത്യന്തികമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന ചിന്താശാഖ എന്ന് വേണമെങ്കിൽ തത്വശാസ്ത്രത്തെ പറ്റി നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദ സെർച്ച്, സിമ്പിൾ ആയിട്ട് ലളിതമായിട്ട് പറഞ്ഞാൽ, ഏറ്റവും പരമമായ യാഥാർത്ഥ്യത്തെ യുക്തിപരമായി അന്വേഷിക്കുന്ന ചിന്താ പദ്ധതിയാണ് തത്വചിന്ത എന്ന് പറയാനായിട്ട് സാധിക്കും. അൾട്ടിമേറ്റ് റിയാലിറ്റി, സെർച്ച് ഫോർ ദി അൾട്ടിമേറ്റ് റിയാലിറ്റി. അതിന്റെ മുഖ്യ പഠന വിഷയം എന്ന് പറയുന്നത് എല്ലാമാണ്. ബീയിങ് എന്ന് പറയുന്നത് എവരിത്തിങ് ദാറ്റ് ഈസ് എക്സിസ്റ്റിംഗ് ഇൻ ഇറ്റ്സ് ഓൺ വേ എന്ന് പറയും. അതിൻ്റെതായ രീതിയിൽ നിലനിൽക്കുന്ന എല്ലാം, ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളും നമുക്ക് ചിന്തിക്കാവുന്നവ പോലും, നിലനിൽക്കുന്നവ അല്ലെങ്കിൽ പോലും, അതെല്ലാം എന്താണ്? ബീയിങ് ആകുന്നു. അതിനെപ്പറ്റി എല്ലാം തത്വചിന്ത പഠിക്കുന്നു, മൗലികമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പൊ ഇതര ശാസ്ത്രശാഖകളും പല വിഷയങ്ങളെ പറ്റി പഠിക്കുന്നുണ്ടല്ലോ, പല വസ്തുക്കളെ പറ്റി പഠിക്കുന്നില്ല. അതും ഫിലോസഫി തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
അതാണ് അത് ഫോർമൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. സ്പെസിഫിക് ആംഗിൾ വിത്ത് വിച്ച് എ ഡിസിപ്ലിൻ ഈസ് അപ്രോച്ചിങ് ഇറ്റ്സ് സബ്ജക്ട് മാറ്റർ, ദാറ്റ് ഈസ് കോൾഡ് ദ ഫോർമൽ ഒബ്ജക്ട്. അങ്ങനെ നോക്കുമ്പോൾ ഫിലോസഫിയുടെ ഫോർമൽ ഒബ്ജക്ട് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ പറയുന്ന ഓരോ ബീയിങ്ങിനെയും സംബന്ധിക്കുന്ന ആത്യന്തികവും പരമവും മൗലികവുമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നുള്ളതാണ് തത്വചിന്തയുടെ പ്രത്യേകത. ഓക്കെ, ഫിലോസഫിയും ദൈവശാസ്ത്രവും തമ്മിൽ, തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും തമ്മിലുള്ള സാമ്യവും അന്തരവും രണ്ടും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സ്പെക്കുലേറ്റീവ് ആണ്. അതാണ് അവ തമ്മിലുള്ള സാമ്യങ്ങളെ എന്ന് പറയുന്നത്. ചിന്ത പരീക്ഷണങ്ങളെയോ നിരീക്ഷണങ്ങളെയോ അധിഷ്ഠിതമാക്കിയിട്ടുള്ളതല്ല. ടെസ്റ്റ് ട്യൂബ് നോക്കിയല്ല നമ്മൾ ദൈവശാസ്ത്രമോ തത്വശാസ്ത്രമോ രൂപപ്പെടുന്നത്. സ്പെക്കുലേറ്റീവ് ഡിസിപ്ലിൻസ് ആണിവ. പക്ഷേ ഫിലോസഫി എപ്പോഴും നാച്ചുറൽ ഓർഡറിൽ കിടക്കുന്ന, അതായത് സ്വാഭാവിക തലത്തിൽ കിടക്കുന്ന പ്രകൃതിയിലുള്ള പ്രകൃതിബദ്ധമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ പറ്റിയാണ് പഠിക്കുകയും പരാമർശിക്കുകയും ചെയ്യുന്നത്. മനുഷ്യൻ കാണാവുന്നതും കേൾക്കാവുന്നതും ചിന്തിക്കാവുന്നതും ഒക്കെയായ കാര്യങ്ങൾ. എന്നാൽ ദൈവശാസ്ത്രം എന്താണ്? സൂപ്പർ നാച്ചുറൽ ഓർഡറിൽ കിടക്കുന്നവയെ പറ്റിയാണെന്നോ, അതിസ്വാഭാവിക തലത്തിലുള്ളവ. അവയെ നമുക്ക് പൂർണ്ണമായി യുക്തി കൊണ്ട് മനസ്സിലാക്കിയെടുക്കാനോ ചെന്നെത്താനോ സാധിക്കുന്നവയാകണമെന്നില്ല. അവ വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങളാകുന്നു എന്നുള്ളതാണ്. ഫിലോസഫിയിൽ റെവലേഷൻ ഇല്ല, തിയോളജിയിൽ റെവലേഷൻ ഉണ്ട്. എന്നാൽ ഫിലോസഫിയിലും തിയോളജിയിലും ഒരുപോലെ റാഷണലൈസേഷൻ ഉണ്ട്. ഫിലോസഫി ഈസ് വെരി മച്ച് റാഷണൽ, തിയോളജിയും വളരെ റാഷണൽ ആണ്. അത് എന്തിന്മേലാണ് റാഷണലൈസ് ചെയ്യുന്നത്? റിവീൽഡ് സെറ്റ് ഓഫ് ട്രൂത്തിന്മേലാണ്, വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങളിന്മേലാണ് ദൈവശാസ്ത്രം യുക്തിപരമായിട്ട് അപഗ്രഥിക്കുന്നത്. ക്രിസ്തു മനുഷ്യാവതാരം ചെയ്തു. ക്രിസ്തുവിൽ എങ്ങനെയാണ്, ഒരു വ്യക്തിയിൽ എങ്ങനെയാണ് ദൈവസ്വഭാവവും മനുഷ്യ സ്വഭാവവും ഒരുപോലെ ഉൾച്ചേർന്നിരിക്കുന്നത്? ഇതൊരു യുക്തി വിചിന്തനത്തിന്റെ മേഖലയാകുന്നു. എന്നാൽ മനുഷ്യാവതാരം എന്ന് പറയുന്നത് ഫിലോസഫി കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. ദൈവത്തിന്റെ ഗ്രറ്റുവിറ്റസ് ഗിഫ്റ്റ് ആണല്ലോ, അതൊരു വെളിപ്പെടുത്തപ്പെട്ട സത്യമാണല്ലോ. ഫിലോസഫി അത്ര മറിഞ്ഞ് ചിന്തിച്ചു കഴിഞ്ഞാൽ പോലും മനുഷ്യാവതാരത്തിന്റെ രഹസ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചെന്ന് വരില്ല. എന്നാൽ മനുഷ്യാവതാരം യുക്തിപരമായിട്ട് ഭദ്രമാണോ, മനുഷ്യാവതാരം പ്രകൃതി വിരുദ്ധമാണോ, മനുഷ്യാവതാരത്തിന് സാങ്കത്യമുണ്ടോ, ഈ വക കാര്യങ്ങൾ തത്വശാസ്ത്രത്തിനും പഠിക്കുവാനായിട്ട് സാധിക്കും, ശാസ്ത്രത്തിനും അന്വേഷിക്കുവാനായിട്ട് സാധിക്കും. പക്ഷെ മനുഷ്യാവതാരം എന്ന് പറയുന്ന മൗലിക സംജ്ഞ തന്നെ തിയോളജിയുടെ മേഖലയാണ്, അത് വെളിപാടിന്റെ തലമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് തിയോളജി പലപ്പോഴും ഇൻറ്റ്യൂറ്റീവ് ആണ്, റിവീൽഡ് ആണ്, വെളിപ്പെടുത്തപ്പെട്ടവയാണ്, അന്തർദർശനപരമാണ്. അതാണ് സേക്രഡ് സ്ക്രിപ്ചർ ആണ് തിയോളജിയുടെ അടിസ്ഥാനം. എന്നാൽ ഫിലോസഫിക്കോ കാണുന്നതിനെയും കേൾക്കുന്നതിനെയും അനുഭവവേദ്യമായ എല്ലാത്തിനെയും പറ്റിയും ഫിലോസഫി യുക്തി ഉപയോഗിച്ചുകൊണ്ട് ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നാച്ചുറൽ ഓർഡറും സൂപ്പർ നാച്ചുറൽ ഓർഡറും തമ്മിലുള്ള വ്യത്യാസം. ബ്രാഞ്ചസ് ഓഫ് ഫിലോസഫി നിങ്ങൾക്ക് അറിയാമല്ലോ: എപ്പിസ്റ്റമോളജി, കോസ്മോളജി, തിയോഡിസി, ആന്ത്രപ്പോളജി, എത്തിക്സ്, മെറ്റഫിസിക്സ്, ഇക്കോഫിലോസഫി. പിന്നെ റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഫിലോസഫി, അതാണ് ഇക്കോഫിലോസഫി, ഫിലോസഫി ഓഫ് മൈൻഡ്, ഈവിൾ, എസ്തെറ്റിക്സ്, സയൻസ്. ഞാൻ പിന്നീട് ഈ സ്ലൈഡ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഞാൻ സിസ്റ്ററിന് കൊടുത്തേക്കാം, നിങ്ങളുമായിട്ട് പിന്നീട് സിസ്റ്റർ അത് ഷെയർ ചെയ്തു ആവശ്യമുള്ള ഉപയോഗിക്കും. ഓക്കെ, കോസ്മോളജിയിൽ എന്താണ് നമ്മൾ പ്രപഞ്ച വിജ്ഞാനീയം എന്ന് നമ്മൾ പറയുന്ന ശാസ്ത്രശാഖ. അവിടെയാണ് പ്രപഞ്ചത്തിന്റെ ആത്യന്തിക ചോദ്യമാണ് ഫിലോസഫിയുടെ സബ്ജക്ട് മാറ്റർ നമ്മൾ പറഞ്ഞല്ലോ. അവിടെ ഒറിജിൻ ഓഫ് ദ യൂണിവേഴ്സ്, ജീവൻ എങ്ങനെയുണ്ടായി, പ്രപഞ്ചം എങ്ങനെയുണ്ടായി, മനുഷ്യൻ എങ്ങനെയുണ്ടായി, എങ്ങനെയാണ് ഈ പരിണാമം എന്ന് പറയുന്നത്, ആപേക്ഷികമാണോ സത്യം, ഈ വക ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുന്നതിനകത്ത്. മെറ്റഫിസിക്സിലോ ആത്യന്തിക യാഥാർത്ഥ്യം ഒന്നേ ഉള്ളോ, അതോ രണ്ടുണ്ടോ, പലരും വാദിക്കുന്ന പോലെ, അതോ ബഹുപരമാണോ, ബഹുത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണോ, മെറ്റീരിയലിസം ആണോ, പദാർത്ഥമാണോ ആത്യന്തികമായ യാഥാർത്ഥ്യം, അതോ ആശയവാദം, ഐഡിയയാകുന്നു ആത്യന്തിക റിയാലിറ്റി, ആത്മാവും ശരീരവും തമ്മിലുള്ള ബന്ധം എന്ത്? ഇതൊക്കെ മെറ്റഫിസിക്സിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതിലെ ഓരോ ഡൊമൈനും എന്ന് പറഞ്ഞാൽ ഫിസിക്സിന് അതീതമായിട്ടുള്ള, ഭൗതികത്തിന് അതീതമായിട്ടുള്ള, സൂപ്പർ നാച്ചുറൽ ആയിട്ട് കിടക്കുന്ന, തിയോളജിയുടേതല്ല, ഫിസിക്സിന് അതീതമായിട്ടുള്ള, മെറ്റഫിസിക്കലായിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഫിലോസഫിയുടെ പെർവ്യൂവിൽ വരുന്നവയാണ് എന്ന് നമുക്കറിയാം. ഇനി നമുക്ക് ഇത്രയും ആമുഖമായിട്ട് തത്വശാസ്ത്രത്തെ പറ്റി പറഞ്ഞിട്ട് ഹിസ്റ്ററി ഓഫ് ഫിലോസഫിയിലേക്ക് നമുക്ക് പോകാം. നിങ്ങൾക്കറിയാമല്ലോ, തത്വശാസ്ത്രം ആരംഭിക്കുന്നതിൽ തന്നെ ഗ്രീക്കുകാരിൽ നിന്നാണ്. ചിലർ അവകാശപ്പെടുന്നുണ്ട് അതിനൊക്കെ ദീർഘകാലം മുമ്പ് തന്നെ ഇന്ത്യയിൽ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും തമ്മിലൊരു അന്തരമില്ല, അഥവാ തത്വശാസ്ത്രവും മതവും തമ്മിൽ വ്യത്യാസമില്ല. സ്പിരിച്വൽ റിലീജിയസ് ഫിലോസഫിയാണ് ഇന്ത്യയുടെ. ടിപ്പിക്കൽ വെസ്റ്റേൺ റാഷണലിസ്റ്റിക് ഫിലോസഫിയുടെ ഒറിജിൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗ്രീക്ക് ഫിലോസഫിയിലാണ്. അതിൽ പ്രധാനപ്പെട്ട പ്രൊഗേഴ്സ് സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ മുതലായവരാണ് ഗ്രീക്ക് ഫിലോസഫിയിൽ. അവയ്ക്ക് മുമ്പുണ്ടായിരുന്ന ഫിലോസഫിയാണ് പ്രീ സോക്രാറ്റിക് ഫിലോസഫേഴ്സ് എന്ന് പറയുന്നത്.
അതിൽ പ്രമുഖനാണ് തെയിൽസ്. താലസ് എന്ന് ചിലർ പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. BC 545 വരെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്ന് പറയുന്നതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം യുണീക്ക് ആയിട്ട് കാണേണ്ടത് ഈ ഗ്രീക്ക് ഫിലോസഫിയുടെ മൊത്തം ഒരു ടെൻഡൻസി എന്തായിരുന്നു എന്നുള്ളതോ, ഒന്നിലേക്ക് എല്ലാറ്റിനെയും ഏകോപിപ്പിക്കുക എന്നുള്ളതായി. അതിന് വിരുദ്ധമായിട്ട് പറയുന്നവരാണ്. അത് ഫിലോസഫിയുടെ ഒരു ഫണ്ടമെന്റൽ ക്വസ്റ്റ് ആണ്, ദ ക്വസ്റ്റ് ഫോർ യൂണിഫിക്കേഷൻ. ഫിലോസഫേഴ്സിന് പൊതുവെ സ്വീകാര്യമായിട്ടുള്ളതും പ്രിയങ്കരമായതുമായിട്ടൊരു കാര്യമായി എല്ലാത്തിനെയും ഒന്നായിട്ട് കാണുക, പരസ്പരം ബന്ധങ്ങൾ അന്വേഷിക്കുക. സയൻസ് കാണുന്നത് പോലെ ചനം പിന്നെ ചിതറിക്കിടക്കുന്നതായിട്ട് കഷ്ണം കഷ്ണമായിട്ട് കാണാനല്ല തത്വശാസ്ത്രം ആഗ്രഹിക്കുന്നത്. ഇന്റഗ്രേഷൻ ആണ്, സിന്തേസിസ്, ഹോളിസ്റ്റിക് അപ്രോച്ച് എന്നൊക്കെ നമ്മൾ പറയും. യൂണിറ്റിയാണ് ഫിലോസഫിയുടെ ഫണ്ടമെന്റൽ ക്വസ്റ്റ്. അതിന് അതിഭയങ്കരമായ അർത്ഥാന്തരങ്ങളുണ്ട്. തത് ഏകം, ഇന്ത്യൻ മിസ്റ്റേഴ്സിൽ പറയുന്നത് ദാറ്റ് ടു വൺ, പരമമായ ഒന്നെന്നാ പറയുന്നത്. ആത്യന്തികമായിട്ട് എല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നതെന്നും ഏക ദൈവത്തിൽ അധിഷ്ഠിതമാണെന്നുമുള്ള കാഴ്ചപ്പാടിന്റെ ദൂരക്കാഴ്ചകൾ ഫിലോസഫിയുടെ ഈ ശൈശവ ദശയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാ പറയും. തെയിൽസിനെ സംബന്ധിച്ചിടത്തോളം ഈ പരമയാഥാർത്ഥ്യം, ക്വസ്റ്റ് ഫോർ അൾട്ടിമേറ്റ് റിയാലിറ്റി അല്ലേ ഫിലോസഫി, സെർച്ച് ഫോർ ദി അൾട്ടിമേറ്റ് റിയാലിറ്റി. തെയിൽസിന് അൾട്ടിമേറ്റ് റിയാലിറ്റി ജലമായി, വെള്ളം. എന്തുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ഈ വെള്ളം ഒരു പരിധിവരെ സർവ്വവ്യാപിയായിട്ട് കിടക്കും അല്ലെ. ആകാശത്തിലുണ്ട്, ഭൂമിയിലുണ്ട്, കടലിലുണ്ട്, നമ്മുടെ ശരീരത്തിലുണ്ട്, എല്ലായിടത്തും വെള്ളമാണ്. അപ്പൊ ഒരുപക്ഷെ വെള്ളമായിരിക്കാം ആത്യന്തിക റിയാലിറ്റി എന്ന് അദ്ദേഹം പറയുകയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് റിഡക്ഷനിസമാണ്. ഞാൻ പറഞ്ഞതുപോലെ ഒന്നിലേക്ക് എല്ലാത്തിനെയും കൊണ്ടുവരാനുള്ള പരിശ്രമം. തെയിൽസിന്റെ വേറൊരു യുണീക്നെസ് എന്ന് പറയുന്നത് ഷിഫ്റ്റ് ഫ്രം ഗോഡ് ഗവേൺഡ് യൂണിവേഴ്സ് ടു എ ലോ ഗവേൺഡ് യൂണിവേഴ്സ്. പ്രപഞ്ചത്തിനൊരു ആന്തരിക ക്രമം ഉണ്ടെന്നുള്ളതും ഇത് അടിസ്ഥാനപരമായി നിയമങ്ങളാൽ ബന്ധിതമാണ് എന്നുള്ള കാഴ്ചപ്പാടാണ് ആര് കൊണ്ടുവരുന്നത്, തെയിൽസ് പറഞ്ഞു വരുന്നത്. അതാണ് അതുവരെ പലതരം മിത്തിക്കൽ കുട്ടി ദൈവങ്ങളുടെ കളിയായിരുന്നു. കുട്ടി ദൈവങ്ങൾ പ്രപഞ്ചത്തേക്ക് ഇട്ട് അമ്മാനം ആടിക്കൊണ്ടിരിക്കുക. അതിൽ നിന്ന് വിരുദ്ധമായിട്ടാണ് ഇത് എന്താണ്, നിയതമായ നിയമങ്ങളാൽ രൂപീകരിക്കപ്പെട്ടതാണ്, നയിക്കപ്പെടുന്നതാണ് ഈ പ്രപഞ്ചം. ലോ ഗവേൺഡ് യൂണിവേഴ്സ്. പ്രകൃതി നിയമങ്ങൾ ഇന്നും വളരെ പ്രധാനപ്പെട്ട, തിയോളജിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ലോസ് ഓഫ് നേച്ചർ എന്ന് പറയും. ലോ ഓഫ് ഗ്രാവിറ്റി, ലോസ് ഓഫ് ലൈറ്റ്, ലോസ് ഓഫ് എർത്ത്, ലോസ് ഓഫ് ആസ്ട്രോണോമിക്കൽ ലോസ്, ഗ്രാവിറ്റേഷണൽ ലോസ്, ലോസ് ഓഫ് ഫോട്ടോണിക്സ്. ഒരുപാട് ലോസ് ഉണ്ടല്ലോ. എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് ലോസ് ആണ്. ഈ ലോസ് എവിടെ നിന്ന് വരുന്നു? ആത്യന്തികമായിട്ട് ദൈവമാണ് പ്രകൃതി നിയമങ്ങളുടെയൊക്കെ ഉടയവൻ എന്നുള്ളതാണ്. അത്ഭുതം എന്ന് പറയുന്നത് ഈ നിയമങ്ങളിൽ നിന്നുള്ള വേറൊരു കാഴ്ചപ്പാട്, അതിനതീതമായിട്ടുള്ള ഒരു സംഭവമായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ തെയിൽസിനോട് തന്നെ നമ്മൾ ഫിലോസഫിയുടെ ശൈശവ ദശയിൽ തന്നെ കടപ്പെട്ടിരിക്കുന്നു. പ്രകൃതിയിൽ നിഗൂഢമായിരിക്കുന്ന ഈ രഹസ്യാത്മകതയെ തിരിച്ചറിഞ്ഞതില് എന്ന് പറയും. പ്രകൃതിയിൽ ഭദ്രമായ ഒരു ക്രമമുണ്ടെന്നുള്ളതും ആ ക്രമത്തിലൊരു ദാതാവ് ഉണ്ടാകാം എന്നുള്ള പിന്നീട് ഫിലോസഫേഴ്സ് ഒക്കെ പറഞ്ഞു വരുന്നതുമായ ആശയങ്ങള് ആരംഭകാലത്തിൽ തന്നെ ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതാണ് തെയിൽസിന്റെ ഒക്കെ കോൺട്രിബ്യൂഷൻ. അപ്പൊ തത്വശാസ്ത്രത്തിന്റെ ദൈവശാസ്ത്രത്തിനൊക്കെ വിശാലമായ ചട്ടക്കൂടിൽ നിന്ന് വേണം ഈ ആരംഭകാല ഫിലോസഫേഴ്സ്, ഈ പൈനിയറിംഗ് ഫിലോസഫേഴ്സിനൊക്കെ നമ്മൾ വായിച്ചറിയുവാൻ. ഓക്കെ, അതിന്റെ വിശദാംശങ്ങൾ നിങ്ങൾ പിന്നീട് സ്ലൈഡ് കൺസൾട്ട് ചെയ്തുകൊണ്ട്. അനാക്സിമൈൻഡർ ആണ് അദ്ദേഹം വരുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം അദ്ദേഹം മൾട്ടിപ്ലിസിറ്റി, ബഹുത്വമല്ലേ നമ്മൾ പ്രപഞ്ചത്തിൽ കാണുന്നത് അല്ലെ. എന്തുമാത്രമാണ് ഡിസ്ക്രീറ്റ് ഒബ്ജക്റ്റുകളുടെ പരമ്പരയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് എന്നിരുന്നാൽ പോലും ഇതിന്റെ എല്ലാം പിന്നില് ഒരു ബൗണ്ട്ലെസ് സബ്സ്റ്റൻസ് യൂണിഫൈങ് ആയിട്ട് ഉണ്ടാകണമെന്നുണ്ട്. സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പദാർത്ഥത്തിന് അതീതമായിട്ടുള്ള, നമുക്ക് തൊടാനും മണക്കാനും ഒന്നും സാധിക്കാത്ത, ചിന്ത കൊണ്ട് മാത്രം വിഭാവനം ചെയ്യാൻ സാധിക്കുന്ന ഒരു സത്ത. അതാണ് പിന്നീട് അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും തോമസ് അക്വിനാസും സെയിന്റ് അഗസ്റ്റിനും ഒക്കെ എടുത്ത് ദൈവമാണ് ആത്യന്തിക അൾട്ടിമേറ്റ് സബ്സ്റ്റൻസ്, എസെൻസ് ഓഫ് എവരിത്തിങ് എന്നുള്ള വാദത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? മൗലികമായിട്ട് ഇവിടെ തന്നെ സബ്സ്റ്റൻസ് എന്നുള്ള കാഴ്ചപ്പാട് കടന്നു വരികയാണ്. എല്ലാത്തിനെയും യൂണിഫൈ ചെയ്യുന്ന, എല്ലാത്തിനും അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്ന ഒരു ആത്യന്തിക യാഥാർത്ഥ്യം, ഒരു ഘടകം ഉണ്ട്. അതിനെ ബൗണ്ട്ലെസ്, അത് പരിമിതികളില്ലാത്തതാണ്, ഇൻഫിനിറ്റ് ആകുന്നു എന്ന് പറയുന്നത്. ഇന്ത്യൻ തത്വചിന്ത അതിന് ഉപയോഗിക്കുന്നത് ആകാശ എന്നുള്ള രൂപകം. ആകാശത്തിന്റെ പ്രത്യേകത എന്താ? അതിന് അതിരുകളില്ല, ഇൻഫിനിറ്റ് ആണ് അല്ലെ, എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നതാണ്. അതാണ് ബൗണ്ട്ലെസ് എന്ന് പറയുന്നതിന്റെ അർത്ഥമെന്ന്.
പിന്നെ അനാക്സിമാനസ്, MENS അല്ല കേട്ടോ, MANS ആണ്. അദ്ദേഹത്തെ സംബന്ധിച്ചോളം വായു ആയിരിക്കാം ഒരുപക്ഷെ അൾട്ടിമേറ്റ് റിയാലിറ്റി. അതിന് അദ്ദേഹം പറയുന്നതിനും കാരണമുണ്ട്. വായു ഫയറിന് കാരണമാകുന്നു. ഫയർ കണ്ടൻസ്ഡ് ആയിട്ടാണ് വേറെ എല്ലാം ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ ഒറിജിൻ ഓഫ് ദ യൂണിവേഴ്സിൽ തന്നെ ഫയറിൽ നിന്നാകാമെന്നുള്ളതാണ്. എയർ ഓർ ഫയർ ക്യാൻ ബി ദി ആർക്കേ ഓഫ് ദി യൂണിവേഴ്സ്, ഇതിന്റെ വെളിച്ചത്തിൽ വേണമെങ്കിൽ പറയാൻ സാധിക്കും. പിന്നെ ഹെറാക്ലിറ്റസ് എന്ന് പറഞ്ഞ അതിൽ നിന്നും പറഞ്ഞിട്ട് നടന്ന ഒരു നിരീക്ഷണമാണ് ചേഞ്ച്. എവറിത്തിങ് ഇൻ ദ യൂണിവേഴ്സ് ഈസ് ചേഞ്ചിങ്. അതല്ല അദ്ദേഹത്തിന്റെ വിഖ്യാതമായ പ്രസ്താവനയാണ് നോബഡി ക്യാൻ ജമ്പ് ഇൻ ടു ദ സെയിം റിവർ ട്വൈസ്. ഒരേ പുഴയിലേക്ക് ഒരാൾക്ക് 2 പ്രാവശ്യം ചാടുവാനായിട്ട് സാധിക്കുകയില്ല. എന്തുകൊണ്ടാ ഒരു പുഴയിൽ ഒരാൾക്ക് 2 പ്രാവശ്യം എടുത്തു ചാടാൻ സാധിക്കും? എന്താ പറ്റുന്നത് അവിടെ? ചേഞ്ച് ഇല്ല എന്നല്ലേ. അതുകൊണ്ട് പുഴയിൽ ചാടുന്നതിന് എന്താ കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുഴയിലേക്ക് ചാടി അടുത്ത ചാട്ടത്തിന് മുമ്പേ ആ പുഴ മുന്നോട്ടേക്ക് ഒഴുകി കഴിഞ്ഞു. അവിടെ തന്നെ നമുക്ക് വീണ്ടും ചാടാൻ പറ്റില്ല എന്ന് ചുരുക്കം. വീണ്ടും അത് പകുതിയേ ആകുന്നുള്ള ഉത്തരം. നമ്മളും ആ നിമിഷ നേരം കൊണ്ട് മാറിക്കഴിഞ്ഞു. നമ്മളിലെ കോശങ്ങളും മൂലകങ്ങൾക്കും ആറ്റംസിനും ഒക്കെ വ്യതിയാനം സംഭവിച്ചു കഴിഞ്ഞു. നമ്മളിലും ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാ പറയുന്നത് നോബഡി, ആ ബോഡി തന്നെ ചേഞ്ച് ആകുകയാണ്, റിവറും ചേഞ്ച് ആകുകയാണ്. നോബഡി ക്യാൻ ജമ്പ് ഇൻ ടു ദ സെയിം റിവർ ട്വൈസ്. ഇവിടുത്തെ ദൈവശാസ്ത്രപരമായ ഉൾക്കാഴ്ച പ്രധാനപ്പെട്ട ഘടകം എന്താണെന്നോ, പിന്നീട് തോമസ് അക്വിനാസും കൂട്ടർ മിഡീവൽ പീരീഡിലേക്ക് വരുമ്പോൾ ചേഞ്ചിനെ പ്രകൃതിയിലെ ചേഞ്ചിന് കാരണമായിട്ടൊരു തത്വം ഉണ്ടാകണമെന്ന് പറയുകയാണ്. ഈ ചേഞ്ച് ഒന്നും വെറുതെ അങ്ങ് ഉണ്ടാകാൻ സാധിക്കുകയില്ല. മൂവ്മെന്റ് എന്നുള്ള പദം അദ്ദേഹം പിന്നീട് ഉപയോഗിക്കുന്നത്. മൂവ്മെന്റ് ഉണ്ടാകണമെങ്കിൽ ഒരു അൺമൂവ്ഡ് മൂവർ ഉണ്ടാകണം. എല്ലാത്തിനെയും ചലിപ്പിക്കുന്ന, സ്വയം ചലിക്കാത്ത ഒരു യാഥാർത്ഥ്യം ഉണ്ടാകണം. അതാണ് ദൈവാസ്തിത്വത്തിനുള്ള വാദഗതിയായിട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെ തത്വശാസ്ത്രം പരിണാമ വിധേയമായിട്ട് വികസിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമ്മൾ അറിയാം. ഓക്കെ. പർമനീദസ്, അതിന് നേരെ വിരുദ്ധമായ ആശയമായിട്ടാണ് പർമനീദസ് കടന്നു വരുന്നത്. ചേഞ്ച് അല്ല, മാറ്റമല്ല, സ്ഥിരതയാ പ്രപഞ്ചത്തിലുള്ളത്. അദ്ദേഹം പ്രപഞ്ചത്തിൽ നന്നായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. മാറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, ഒബ്സർവ് ചെയ്യുന്നത് മുഴുവൻ ചേഞ്ചാ കാണുന്നത്. എന്നാൽ അതേസമയം തന്നെ എന്താണ്, എന്റെ ശരീരത്തിൽ എനിക്കിപ്പോ 51 വയസ്സായി, എന്തുമാത്രം മാറ്റങ്ങളാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കുഞ്ഞായിരുന്നതിന് ശേഷം. പക്ഷേ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരേ വ്യക്തിക്കാണ്. മാറുമ്പോഴും ഞാൻ മാറ്റമില്ലാത്തവനായിട്ട് തന്നെ ഇവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു. അതാണ് പർമനീദസ് ഊന്നി പറയുന്ന ഘടകം എന്ന് പറയുന്നത്. അതും പ്രകൃതിയെ പറ്റി നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യമാണ്. ക്വസ്റ്റ് ഫോർ സ്റ്റെബിലിറ്റി, പെർസീവിയറൻസ്, അതൊരു പ്രകൃതിയുടെ ഒരു പ്രധാനപ്പെട്ട വാല്യമാണ്. ചേഞ്ച് ആസ് വെൽ ആസ് കണ്ടിന്യൂവിറ്റി, ഇതാണ് ദൈവത്തെ പറ്റിയും പറയുന്ന കാര്യങ്ങൾ. യൂണിവേഴ്സ് ഈസ് ചേഞ്ചിങ് ബട്ട് ഗാഡ് ഈസ് ചേഞ്ച്ലെസ്. മ്യൂട്ടബിലിറ്റി വിത്ത് ഡിവൈൻ ഇമ്മ്യൂട്ടബിലിറ്റി. ഗാഡ് ഈസ് അൺചേഞ്ചിങ് എന്നുള്ള, ഗോഡ് ഈസ് ഇറ്റേണൽ. ദൈവമേ നീ മാറ്റമില്ലാത്തവനാകുന്നു എന്നുള്ളതാണല്ലോ മലങ്കര കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അടിസ്ഥാനപരമായിട്ട് മാറ്റമില്ലാത്തവനെ നിനക്ക് വന്ദനം എന്നല്ലേ പറയുന്നത്. അപ്പൊ ദൈവത്തെ സംബന്ധിക്കുന്ന ഒരു ആട്രിബ്യൂട്ടും കൂടെ ഓൾറെഡി ഫിലോസഫേഴ്സ് കൂടെ ആന്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പർമനീദസിന്റെ കാഴ്ച. അപ്പൊ ഹെരാക്ലിറ്റസ് പർമനീദസും തമ്മിലുള്ള താരതമ്യം പഠനമൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ നമുക്ക് നേരമില്ല. അനാക്സഗോറസ്, എവരിത്തിങ് ഇൻ എവരിത്തിങ്, എല്ലാത്തിലും എല്ലാം ഉണ്ട്. ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ ഒരു വലിയ ഉൾക്കാഴ്ച കൂടിയാണ് ക്വാണ്ടം ഫേസ് എൻടാംഗിൾമെന്റ് എന്നൊക്കെ പറയുന്നത്. അതിനെ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ, 2500 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആന്റിസിപ്പേറ്റ് ചെയ്തു എന്നുള്ളതായി ഈ ഉൾക്കാഴ്ചയിൽ. അവർ സ്പെക്കുലേറ്റ് ചെയ്തെത്തിയതാണ്. കാരണം അവരെന്താ പറയുന്നത്, ന്യൂസ് ഓർ മൈൻഡ് ഓർ ഇന്റലക്ട് ഈസ് ദി അൾട്ടിമേറ്റ് റിയാലിറ്റി. നമ്മൾ ഈ കാണുന്ന ഭൗതിക പ്രപഞ്ചത്തിന് മുഴുവനും പിന്നില് ഒരു സത്താപരമായ മനസ്സുണ്ട്. ഒരു ഏക മനസ്സിന്റെ ആവിർഭാവമാകുന്നു ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. സാർവലൗകിക, സാർവജനീന, സാർവത്രികമായിട്ടുള്ള ഒരു മനസ്സാണ് ഈ പ്രപഞ്ചത്തിന്റെ മൗലിക സത്ത. അതിന്ന് മോഡേൺ ഫിലോസഫേഴ്സും വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. എന്തുകൊണ്ടെന്നാൽ എന്താണ് ഈ നമ്മുടെ തന്നെ ബോധം, ഈ തലക്കകത്തുള്ള ചിന്ത, കോൺഷ്യസ്നെസ്, മൈൻഡ്, ഇതിന്റെ ഒണ്ടോളജി എന്താകുന്നു, ഇതിന്റെ അടിസ്ഥാന അർത്ഥം എന്താകുന്നു, ഇന്നും അവർ സ്ട്രഗിൾ ചെയ്യുകയാണ്. ചിലര് പറയും ഒരു യൂണിവേഴ്സ് എക്സ്റ്റെൻഡഡ് മൈൻഡ് എന്നുള്ള കോൺസെപ്റ്റാണ് ഏറ്റവും ആധുനികമായിട്ടെന്ന് ക്വാണ്ടം ഫിസിക്സിൽ പോലും ചർച്ച ചെയ്യുന്നത്. എന്റെ മൈൻഡ് എന്റെ തലക്കകത്ത് ഒതുങ്ങുന്നതല്ല, അത് ഈ പ്രപഞ്ചത്തിലേക്ക് വ്യാപിച്ചു കിടക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ മിസ്റ്റിസിസത്തിലേക്ക് വരുമ്പം പ്രപഞ്ചത്തിന് പദാർത്ഥം ഉണ്ടാകുന്നത് പോലും എവിടെ നിന്ന്, ഒരു മൗലികമായ മനസ്സിൽ നിന്നാകുന്നു എന്നാ പറയുന്നത്. അത് ഡിവൈൻ മനസ്സാണെന്ന് പറയും. അതാ പുരുഷ പ്രകൃതി എന്നൊക്കെ, ചിത്ത്, മാറ്റർ എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റുകൾ അടിസ്ഥാനപരമായിട്ട് പറഞ്ഞു വെച്ചു വരും. അപ്പൊ ഒരു യൂണിവേഴ്സൽ മൈൻഡിനെ ഓൾറെഡി പോസ്റ്റുലേറ്റ് ചെയ്ത് കഴിഞ്ഞു.
കോൺഷ്യസ്നസ് ഈസ് പ്രൈമറി. ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ നില ഉൾക്കാഴ്ചകളാണ്. മാറ്റർ പോലും, പദാർത്ഥം പോലും ഉണ്ടായി വരുന്നത് ഒരു മൈൻഡിൽ നിന്നാണെന്ന്. കോൺഷ്യസ്നസ് ഈസ് പ്രൈമറി. മെറ്റീരിയലിസ്റ്റുകളൊക്കെ അടുത്ത കാലം വരെ വാദിച്ചുകൊണ്ടിരുന്നത് എന്താണെന്നോ, പദാർത്ഥം യഥാർത്ഥമാകുന്നു, പദാർത്ഥത്തിന്റെ സങ്കീർണതയുടെ ഉപോൽപ്പന്നമായിട്ട് മൈൻഡ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല ഇന്നത്തെ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്. മൈൻഡാണ് ആദ്യം ഉണ്ടായത്. വിശ്വവ്യാപ്തമായിട്ടുള്ളത് മൈൻഡാണ്, സനാതനമായിട്ടുള്ളത്, നിത്യമായിട്ടുള്ളത്. അതിലുണ്ടാകുന്ന ഒരു ആവിർഭാവമോ കുമളയോ തിരമാലയോ ഒക്കെ ആയിട്ട് വേണം നമ്മൾ പദാർത്ഥത്തെ കണക്കാക്കുവാൻ എന്നുള്ളത്. മാറ്റർ ഈസ് ഓൺലി സെക്കൻഡറി ടു മൈൻഡ്. ആ ആശയം അനാക്സിഗോറസ് 2500 വർഷം മുമ്പ് തന്നെ പറഞ്ഞു. ഒരുപക്ഷെ അനാക്സിഗോറസിനൊക്കെ ഇന്ന് ആധുനിക തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും ഒക്കെ റീഡിസ്കവർ ചെയ്യുകയാണെന്ന് പറയുന്നത് തെറ്റില്ല എന്ന് തോന്നുന്നു. ഡെമോക്രിറ്റസ് ആറ്റോമിക് തിയറിയുടെ ഉപജ്ഞാതാവ് അദ്ദേഹം, മെറ്റീരിയലിസ്റ്റിക് തിയറിയുടെ. ഓക്കെ. പൈതഗോറസ് ഗണിതശാസ്ത്രമാണ് കേട്ടോ, ഗണിതമാണ് അദ്ദേഹത്തിന്റെ. നേച്ചർ ഈസ് റിട്ടൺ ഇൻ അരിത്തമെറ്റിക്കൽ ലോസ്, മാത്തമാറ്റിക്കൽ ലോസ്. നേച്ചർ ഈസ് റിട്ടൺ ഇൻ നമ്പേഴ്സ്. ഇതാണ് ഗണിതശാസ്ത്രമാണ് അദ്ദേഹത്തിന്റെ സംഭാവന എന്ന്. ഗണിതത്തിന്റെ ഏറ്റവും ഇതിന്റെ ദാർശനിക ദൈവശാസ്ത്ര അന്തർധാര എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഗണിതശാസ്ത്രത്തിലെ ഒക്കെ ഏറ്റവും പരമമായ ഗവേഷണങ്ങൾ എത്തി നിൽക്കുന്നത് ഒണ്ടോളജിക്കൽ മാത്തമാറ്റിക്കൽ ഒണ്ടോളജിക്കൽ ആർഗ്യുമെന്റ് ഫോർ ഗോഡ്സ് എക്സിസ്റ്റൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഗേഡൽസ് തിയറം, ഫ്രെഡറിക് ഗേഡൽ എന്ന് പറയുന്ന ജർമ്മൻ ലൊജീഷ്യൻ ഉണ്ട്. അദ്ദേഹം അത് വിശദാംശം പറയാൻ നമുക്ക് നേരമില്ല. ഗേഡൽസിന്റെ വിഖ്യാതമായ 3 തിയറംസ് ഉണ്ട്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞു വരുന്നത് മെറ്റീരിയലിസ്റ്റുകൾക്ക് മുഴുവൻ വലിയ സെറ്റ് ബാക്ക് ആയിരുന്നു, വലിയൊരു തിരിച്ചടിയായിരുന്നു ഗേഡലിന്റെ തിയറം. പദാർത്ഥത്തിന്റെ നിയമം കൊണ്ട്, ലോജിക്ക് കൊണ്ടും എല്ലാത്തിനെയും വ്യാഖ്യാനിക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഗേഡൽ കടന്നു വന്നിട്ട് പ്രൊപ്പോസിഷൻസ് ദാറ്റ് ആർ ട്രൂ ബട്ട് നോട്ട് പ്രൂവബിൾ, ശരിയാണെങ്കിലും നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റാത്തത് പ്രൊപ്പോസിഷൻസ് ഉണ്ടെന്നുള്ള വാദങ്ങളുമായിട്ട് വരികയാണ്. ആർക്കും അദ്ദേഹത്തെ ഇന്നേ വരെ റെഫ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നിട്ടാണ് ഗേഡൽ പിന്നെ കടന്നുപോയി പറയുന്നത് ദൈവത്തിന്റെ അസ്തിത്വത്തിന്റെ മാത്തമാറ്റിക്കൽ ഒണ്ടോളജിക്കൽ ആർഗ്യുമെന്റ് കൊണ്ട് തെളിയിക്കാൻ സാധിക്കുമെന്ന്. അതിനുവേണ്ടി അദ്ദേഹം ഒരു പ്രത്യേക ആർഗ്യുമെന്റും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഇറഫ്യൂട്ടബിൾ അല്ല, അതിനകത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതിന്റെ പരിമിതിയിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. ഞാൻ പൈതഗോറസ് ഗണിത നിയമങ്ങൾ പ്രപഞ്ചത്തിൽ നിന്നും വായിച്ചെടുത്തപ്പോൾ അതിന്റെ വിശാലമായ അർത്ഥാന്തരങ്ങൾ, ദൈവശാസ്ത്ര മാനങ്ങൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി എന്നുള്ളതേ ഉള്ളൂ. ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് അങ്ങനെയൊക്കെ. അതാണ് ഗ്രീക്ക് തത്വചിന്തയുടെ ഒക്കെ പ്രസക്തി, ആ ഗണിതശാസ്ത്രത്തിന്റെ ഒക്കെ ഉൾക്കാഴ്ച ഇന്നത്തെ ദൈവശാസ്ത്രത്തിനും. പൈതഗോറസ് ഒന്നും വെറും ഹിസ്റ്റോറിക്കൽ ക്യൂരിയോസിറ്റിയുടെ പേരിൽ മാത്രം നമ്മൾ പഠിക്കുന്നവരല്ല. മനുഷ്യന്റെ സനാതനമായിട്ടുള്ള ജിജ്ഞാസകൾക്ക് വളരെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി പണ്ഡിതോചിതമായിട്ടുള്ള ഉൾക്കാഴ്ചകൾ പകർന്നു നൽകിയവരാണെന്ന് വേണമെങ്കിൽ പറയാവുന്നത് പൈതഗോറസിനെ പറ്റി. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ക്വിക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഞാൻ ഇതുവരെ പറഞ്ഞ ഗ്രീക്ക് ഫിലോസഫേഴ്സിനെ പറ്റി ഇല്ല എങ്കിൽ ഞാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം. ഞാൻ ഗ്രീക്ക് ഫിലോസഫിയെ പറ്റിയുള്ള ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് കുറച്ച് സമയമല്ലേ ഉള്ളൂ. പ്രീ സോക്രാറ്റിക് ഫിലോസഫേഴ്സിനെ പറ്റി ഇനി നമുക്ക് പ്ലേറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ, സോക്രാറ്റിക് ഫിലോസഫേഴ്സിനെ പറ്റി പറയാം അല്പമായിട്ട്. അവരും ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആണ് ബേസിക്കലി. ഓക്കെ, രണ്ടാമത്തെ സ്ലൈഡ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. സോക്രട്ടീസ്, പ്ലേറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ. ഓക്കെ, അത് വെച്ചുകൊണ്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ഇവരാണ് തത്വശാസ്ത്രത്തിന്റെ കുലപതികൾ എന്ന് വേണമെങ്കിൽ പറയാം. സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ. സോക്രട്ടീസിന്റെ ശിഷ്യനാണ് പ്ലേറ്റോ, പ്ലേറ്റോയുടെ ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ. ഇവർ ആമുഖമായിട്ട് ഇവരെ പറ്റി ഇങ്ങനെ പറയാം. വാസ് വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ തിങ്കേഴ്സ് ഇൻ ഹിസ്റ്ററി, എൻകറേജ് ഹിസ് സ്റ്റുഡൻസ് ടു എക്സാമിൻ their beliefs, asked them to a series of issues leading to questions. സോക്രാറ്റിക് ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡിനെ പറ്റിയാണ് ഈ പറയുന്നത്. അത് നമ്മൾ പിന്നാലെ പറയുന്നതായിരിക്കും. പിന്നെ വരുന്നത് പ്ലേറ്റോ, അവരുടെ കാലഘട്ടം ഒന്ന് നോക്കി വെച്ചോളെ. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ. സോക്രട്ടീസ്, അദ്ദേഹം ഞാൻ നേരത്തെ ആമുഖത്തിൽ സൂചിപ്പിച്ച ഒരു തത്വശാസ്ത്രം ജീവിച്ച മനുഷ്യനായിരുന്നു. ഗ്രീസിലെ ഏതൻസിൽ ഡെമോക്രസി ഒക്കെ റിസ്റ്റോർ ചെയ്യപ്പെട്ട കാലഘട്ടത്തില് ഇമ്മൊറാലിറ്റിയിലേക്ക് ആളുകളൊക്കെ മടങ്ങി വഴുതി വീണപ്പോൾ അതിനെതിരെ ധാർമ്മിക പ്രബോധനങ്ങളുമായിട്ട് കടന്നു വന്ന്
ധർമ്മബദ്ധമായിട്ടുള്ള മൂല്യബദ്ധമായ ജീവിതം നയിക്കണമെന്നുള്ള ആഹ്വാനം നൽകിയവനാണ്. അദ്ദേഹത്തിന്റെ ടീച്ചിങ്സ് പലതും അന്നത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് സ്വീകാര്യമായിരുന്നില്ല. ഡെമോക്രസിയൊക്കെ അദ്ദേഹം വിമർശിക്കുകയായിരുന്നു, മജോറിറ്റിയുടെ റൂളിനെയൊക്കെ. അതുകൊണ്ട് യുവാക്കളെ അദ്ദേഹം വഴിതെറ്റിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹെംലോക്ക് വിഷം കുത്തിവെച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയായിരുന്നു. ചെറിയൊരു മൈനോറിറ്റി അദ്ദേഹത്തെ ശിക്ഷിക്കാൻ തീരുമാനിച്ചുള്ളൂ. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന് വേണമെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. എന്നാലും ഒരു തത്വശാസ്ത്രജ്ഞൻ അത് ചെയ്യാൻ പാടില്ല. അദ്ദേഹം ധൈര്യമായിട്ട് മരണത്തെ വരിക്കുകയാണ് വേണ്ടത് എന്നുള്ള പ്രസ്താവന നടത്തിക്കൊണ്ട് അദ്ദേഹം മരണം ഏറ്റുവാങ്ങുകയാണ് ചെയ്തതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. ഓക്കെ, അദ്ദേഹത്തിന്റെ ലൈഫും കാര്യങ്ങളും നമുക്ക് കൂടുതൽ പിന്നീട് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. എൻ്റെ ഈ സ്ലൈഡ്സിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സൊക്രാറ്റിക് മെത്തേഡ്, അത് നമ്മൾ അദ്ദേഹത്തോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. തത്വശാസ്ത്രത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പറഞ്ഞല്ലോ, വെളിപാടിൽ നമുക്ക് ചോദ്യങ്ങൾ കുറവാണ്. ബൈബിള് പഠിക്കുന്നിടത്തോ അല്ലെ തിയോളജി പഠിക്കുന്നത്, വെളിപ്പെടുത്ത സ്ക്രിപ്ചർ തന്നിരിക്കുന്നത് ആധികാരികമായിട്ട് പരിശുദ്ധാത്മ നിവേശിതമായിട്ട് നമ്മൾ കണക്കാക്കും. അതിൽ നിന്ന് വിപരീതമായിട്ട് തത്വശാസ്ത്രത്തില് എല്ലാം വിമർശന വിധേയമാക്കുകയാണ്, എല്ലാത്തിനെയും ചോദ്യം ചെയ്യുകയാണ്. അത് വെളിപ്പെടുത്തപ്പെട്ട സത്യമല്ലല്ലോ. ഓരോരുത്തർ പറഞ്ഞു വെച്ചിരിക്കുന്ന ഓരോരോ പ്രസ്താവന, നിരീക്ഷണങ്ങളും അവരുടെ നിഗമനങ്ങളും ഒക്കെ അല്ലേ. അപ്പൊ അവര് പറഞ്ഞിരിക്കുക, അവരെങ്ങനെയാ അതിലേക്ക് എത്തിച്ചേർന്ന് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട്. എന്തുകൊണ്ട് പുഴയെല്ലാം കടലിലേക്ക് ഒഴുകുന്നു, എന്നിട്ടും കടല് കരകവിഞ്ഞ് ഒഴുകുന്നില്ല? എന്തുകൊണ്ട് കറുത്ത വിഷം വെളുത്ത പാല്? ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, മൗലികമായ ചോദ്യങ്ങൾ ചോദിക്കുക. എന്താണ് ദൈവാനുഭവം, എന്താണ് ദൈവാരാധന? അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുകയാണ്. എന്നിട്ട് ഭാഗികമായ ഉത്തരങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ്. മനുഷ്യൻ മൂല്യാധിഷ്ഠിത ജീവിതം നയിക്കണം എന്നൊരു പ്രസ്താവന നടത്തുകയാണ്. നയിക്കണമോ? എന്തുകൊണ്ട് മൂല്യങ്ങൾ ഫോളോ ചെയ്യണം? എന്തുകൊണ്ട് മനുഷ്യന് ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് മേക്ക് മെറി എന്നുള്ള തത്വം ഫോളോ ചെയ്തുകൂടാ? അനാരോഗ്യകരമായിരിക്കും അത്. അവന്റെ സഹവർത്തിത്വത്തിലുള്ള ജീവിതത്തിന് സാധിക്കുകയില്ല. മറ്റുള്ളവന്റെ നാശത്തിലേക്കും ഹിംസയിലേക്കുമായിരിക്കും അത് വഴി നയിക്കുന്നത്. എന്തുകൊണ്ട് റോഡ് നിയമങ്ങൾ പാലിക്കണം? എന്തുകൊണ്ട് റോഡ് നിയമങ്ങൾ പാലിക്കാതെ ജീവിച്ചുകൂടാ? അതാണ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ശരിയായ പ്രമിസുകളിലേക്ക് എത്തിച്ചേരുന്ന രീതിയെയാണ്, അതിലേക്കാണ് അദ്ദേഹം തന്റെ ശിഷ്യന്മാരെ ഇനീഷ്യേറ്റ് ചെയ്തത്. അതിനെയാണ് സൊക്രാറ്റിക് മെത്തേഡ് എന്നത്. അദ്ദേഹം വിശ്വസിച്ചു മനുഷ്യനിൽ ഒരു സോൾ ഉണ്ട് എന്ന്. വിശ്വസിക്കുകയല്ല, അദ്ദേഹം നിഗമനം അതായിരുന്നു. നമുക്ക് സോൾ ഉണ്ടെന്ന് സോക്രട്ടീസ് പറയാൻ കാരണം നമുക്ക് ചിന്താശേഷി ഉള്ളത് കൊണ്ടാണ് എന്ന്. നമ്മളെല്ലാവരും ഹ്യൂമൻ ബീയിങ്സ് ആർ തിങ്കിങ് ബീയിങ്സ്, നോ. അതുകൊണ്ട് ഈ ചിന്തയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മളിലുള്ള സോളിന്റെ കാഴ്ചപ്പാട്. ഇതിനെയാണ് പിന്നെ തോമസ് അക്വിനാസും കൂട്ടരും നമ്മുടെ ദൈവശാസ്ത്രത്തില് അതിനെ ദൈവത്തിന്റെ വരദാനമായ ആത്മാവായിട്ട് കണക്കാക്കുന്നത്. സോളിനെ മെയിൻ സ്ട്രീം തിയോളജിക്കൽ കോൺസെപ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. നമ്മളെ സ്പിരിച്വൽ പ്രിൻസിപ്പിളിനെ, തിങ്കിങ് എലമെന്റിനെ പിന്നീട് സോളാക്കി അവരോധിക്കുകയായിരുന്നു. അതാണ് നമ്മുടെ മനസാക്ഷിയിലൂടെ കടന്നു വരുന്നത് എന്നുള്ള ചിന്താഗതിയും കടന്നു വരുന്നത്. പിന്നെ സോക്രട്ടീസിലും പ്ലേറ്റോയിലും ഒരുപോലെ കോമൺ ആയിട്ടുള്ള ഒരു ഘടകമാണ്. പ്ലേറ്റോയുടെ വിഖ്യാതമായ പുസ്തകത്തിന്റെ പേരാണ് ദ റിപ്പബ്ലിക്. അതിൽ അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്: മജോറിറ്റി കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കൊണ്ട് അവരെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ശരിയാകണമെന്നില്ല. അത് പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിന്റെ കോൺടെക്സ്റ്റിലൊക്കെ നമ്മൾ കാണുന്നതാണ്. ബ്രൂട്ട് മജോറിറ്റി ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് പക്ഷേ പലപ്പോഴും ഒരുപാട് പേരുടെ അവകാശ നിഷേധങ്ങളിലേക്കും നീതി നിഷേധത്തിലേക്കും ഒക്കെ ആയിരിക്കും നയിക്കാനിടയാകും. അതുകൊണ്ടാണ് എ കിങ് മസ്റ്റ് ബി എ ഫിലോസഫർ കിങ് എന്നുള്ളതാണ് പ്ലേറ്റോയുടെ പൊളിറ്റിക്കൽ ഫിലോസഫിയുടെ ആശയം. എൻലൈറ്റൻഡ്, ബോധോദയം ശ്രദ്ധിച്ച ഏകാധിപതികളെ നമുക്ക് വേണ്ടതെന്നുള്ളത്. എല്ലാവരെയും സമഭാവനയോടെ കാണുവാൻ സാധിക്കുന്ന ശരിയായ ഉൾക്കാഴ്ചയുള്ള ഫിലോസഫേഴ്സ്, അവരെയാണ് നമുക്ക് ആവശ്യമുള്ളത് എന്നാണ് പറയുന്നത്. പ്ലേറ്റോസ് ഡയലോഗ് ഇൻ റിപ്പബ്ലിക്, അത് അദ്ദേഹം കടമെടുത്തിരിക്കുന്ന പ്രാക്ടിക്കലി പ്ലേറ്റോയെ പറ്റി പിന്നെ ആ പോയിന്റ് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് സോക്രട്ടീസും അത് തന്നെയാണ് പറഞ്ഞത്. മജോറിറ്റി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് നീതി നടത്താൻ സാധിക്കണമെന്ന് കാര്യമില്ല, നിങ്ങൾ വെർച്യൂസ് ആയിരിക്കണം എന്ന് പറയുന്നില്ല. നിങ്ങൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് ശരിയാകണമെന്നില്ല. അതുകൊണ്ട് ട്രൂത്ത് ആണ് പ്രധാനപ്പെട്ടത്, അല്ലാതെ മജോറിറ്റിയുടെ കൺഫർമേഷൻ ഉണ്ടോ എന്നുള്ളതല്ല. അതായിരുന്നു ഇതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഭരണവർഗത്തിന്റെ താല്പര്യം നഷ്ടപ്പെട്ടു പോയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിഷം കുത്തിക്കൊന്ന് കൊന്നതും എന്നുള്ളത് നമ്മൾ അറിയില്ല. പിന്നെ ഒരു മിസ്റ്റിക്കൽ എലമെന്റ് ആയി നോക്കുമ്പോൾ സോക്രട്ടീസ് ഉണ്ടായിരുന്നു എന്നുള്ളത്. സോക്രട്ടീസിന്റെ ഒരു പ്രധാനപ്പെട്ട ആശയമാണ് നോ ദൈസെൽഫ് എന്നുള്ളത്. ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ. മനുഷ്യ, നീ നിന്നെ തന്നെ അറിയുക എന്നുള്ളതാ. മനുഷ്യനിലേക്ക്, പണ്ട് എയറിലേക്കും ഫയറിലേക്കും വാട്ടറിലേക്കും ഒക്കെ അല്ലേ പ്രീ സോക്രാറ്റിക് ഫിലോസഫേഴ്സ് ചിന്തിച്ചുകൊണ്ടിരുന്നത് അൾട്ടിമേറ്റ് റിയാലിറ്റി ആയിട്ട്.
എന്നാൽ സോക്രട്ടീസിനോട് കൂടി ആ ചിന്താപദ്ധതി പയ്യെ മനുഷ്യനിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. ഗൗരവമായ ആന്ത്രപ്പോളജിക്കൽ ഷിഫ്റ്റ് സംഭവിക്കുക ഫിലോസഫിയുടെ ചരിത്രത്തില് സോക്രട്ടീസിനോടും. അതുകൊണ്ട് നീ നിന്റെ നിലയും വിലയും അറിയുക, നീ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും എന്താണ് നിന്റെ സ്വഭാവമെന്ന് നീ അറിയുക, നിന്റെ സാമൂഹ്യപരതയെ നീ അറിയുക. അപ്പോൾ നീ സ്വമേധയാ വെർച്വസ് പേഴ്സൺ ആയിട്ട് മാറും. അതുകൊണ്ടാണ് സോക്രട്ടീസ് ഒരുപാട് വെർച്യുവിന് പ്രാധാന്യം കൊടുത്തിരുന്നു. ഓക്കെ, ഇനി നമുക്ക് പ്ലേറ്റോയിലേക്ക് പോകാം. പ്ലേറ്റോയാണ് ഒരുപക്ഷെ ഇന്ന് ഏറ്റവും അധികം തത്വശാസ്ത്ര രംഗത്ത് ആഘോഷിക്കപ്പെടുന്ന, ഇന്ന് മാത്രമല്ല എക്കാലത്തും ചർച്ച ചെയ്യപ്പെടുന്ന ഫിലോസഫർ. തത്വശാസ്ത്രത്തിന്റെ കുലപതി എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ, പേട്രിയാർക്ക് എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ നിസ്സംശയം വിശേഷിപ്പിക്കാൻ സാധിക്കും. ഹ്യൂജ്ലി ഇമ്പോർട്ടന്റ് ഗ്രീക്ക് ഫിലോസഫർ ആൻഡ് മാത്തമെറ്റീഷ്യൻ, the best known, most widely studied and most influential philosopher of all time എന്ന് വേണമെങ്കിൽ പറയാം. Okay, philosophy, epistemology, metaphysics and moral psychology into an interconnected whole and systematic philosophy. അതാണ് അദ്ദേഹം ചെയ്തത്. ഞാനൊരു ഓൺലൈൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് 10:30 ഓക്കെ. പ്ലേറ്റോ വാസ് ദി ഫൗണ്ടർ ഓഫ്, അദ്ദേഹത്തിന്റെ ഏതൻസിലെ അക്കാഡമിയെ പറ്റി അറിയാമല്ലോ. പ്ലേറ്റോയുടെ അക്കാഡമിയിൽ എല്ലാ ശാസ്ത്രശാഖകളിലുമുള്ള വിവരങ്ങൾ കൈമാറിയിരുന്നു എന്നുള്ളത്, വിദ്യാഭ്യാസം കൊടുത്തിരുന്നു എന്നുള്ളത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഐഡിയാസ് മാത്രം. വേൾഡ് ഓഫ് സോറി, ഞാനത് സ്പെൽ ചെയ്തിരിക്കുകയാണ്. വേൾഡ് ഓഫ് ഐഡിയാസ്, അതാണ് പ്ലേറ്റോയുടെ സെൻട്രൽ ഫിലോസഫി. നിങ്ങൾ പ്ലേറ്റോയെ പറ്റി പറയുന്ന അധ്യായത്തിൽ പരാമർശിച്ച ക്രിസ്തീയ ദൈവശാസ്ത്രത്തിലുള്ള പ്രസക്തി ചർച്ച ചെയ്യുന്നുണ്ട്. അത് പച്ച മലയാളത്തിൽ വളരെ മനസ്സിലാകുന്ന ഭാഷയിൽ അത് എഴുതിയിരിക്കുന്ന രീതിയിൽ ആവിഷ്കരിച്ചു. അതിന് പ്രത്യേകിച്ച് വിശദീകരണങ്ങൾ ആവശ്യമില്ല. ഈ ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നേച്ചാൽ മതി. എന്താണെന്നോ, നമ്മൾ ഈ കാണുന്ന ലോകം യഥാർത്ഥ ലോകമല്ല. പ്ലേറ്റോയുടെ കാഴ്ചപ്പാട് യഥാർത്ഥ ലോകം ഇതിന്റെ പുറത്താ. പുറത്തെന്ന് പറഞ്ഞാൽ എവിടെയാ? മെറ്റഫിസിക്കൽ വേൾഡിലാ. അതെവിടെയാ? അതൊരു ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു വേൾഡ് അല്ല, ആശയങ്ങളുടെ ലോകമാണ്, യഥാർത്ഥ രൂപങ്ങളുടെ ലോകമാണ്. നമുക്കെല്ലാവർക്കും ഒരു ഫോം ഉണ്ടല്ലോ, നമ്മളെല്ലാവരും ഹ്യൂമൻസിന്റെ ഫോം പേറുന്നവരാ. എവിടുന്ന നമുക്ക് ഈ ഹ്യൂമൻനെസ് വന്നിരിക്കുന്നത്? അത് ഇറ്റേണൽ ഫോം നമ്മുടെ ആകുന്ന പദാർത്ഥത്തിൽ വന്ന് കയറിയത് കൊണ്ട് നമ്മൾ മനുഷ്യരായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇറ്റേണൽ ആയിട്ട് ഒരു അതിഭൗതിക ലോകത്തിൽ സനാതനമായിട്ട് നിലകൊള്ളുന്നതാണ് ഹ്യൂമൻനെസ് എന്ന് പറയുന്ന ഫോം. അതുകൊണ്ട് വേൾഡ് ഓഫ് ഫോം ആണ് റിയൽ വേൾഡ്, ഐഡിയൽ വേൾഡ്. ഇതെന്താണ്? നമ്മുടെ ഈ ലോകം എന്ന് പറയുന്നത് അതുകൊണ്ടൊരു ഫോട്ടോ കോപ്പിയാണ്. കവികളെ തന്റെ റിപ്പബ്ലിക്കിൽ നിന്ന് പ്ലേറ്റോ ഓടിച്ചു. അദ്ദേഹം തന്നെ ഒരു കവിയായിരുന്നെങ്കിലും കവികൾ എന്നാ ചെയ്യുന്നത്? പ്രകൃതിയെ റൊമാൻറ്റിസൈസ് ചെയ്യുമല്ലേ ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് ഈ വേൾഡ് തന്നെ റിയൽ അല്ലാത്തപ്പോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ റൊമാൻറ്റിസൈസ് ചെയ്ത് കാൽപ്പനികവൽക്കരിക്കാൻ സാധിക്കുക എന്ന് അദ്ദേഹം ചോദിച്ചത്. അതുകൊണ്ട് ദിസ് വേൾഡ് ഇസ് ഓൺലി എ ഫോട്ടോ കോപ്പി, റിയൽ വേൾഡ് ഇസ് ദ വേൾഡ് ഓഫ് ഐഡിയാസ്. നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഭാഷയിൽ പറഞ്ഞതിനെ സ്വർഗം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം ഐഡിയൽ ആയിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. അതിന് ദാറ്റ് ഈസ് ടു മച്ച് എ ക്രിസ്ത്യനൈസേഷൻ. നമ്മൾ പറഞ്ഞു വരുന്നത് പിന്നീട് ഈ ഭൂമിക്കപ്പുറം അല്ലെങ്കിൽ ഭൗതിക ലോകത്തിനപ്പുറം അതിഭൗതികമായിട്ടുള്ള സ്ഥലകാലങ്ങളുടെ പരിമിതികളില്ലാത്ത സ്വർഗീയമായ ഒരു ഭൂമി, ഒരു ഇടമുണ്ട്, ഒരു യാഥാർത്ഥ്യമുണ്ട് എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് ദൈവശാസ്ത്രം പയ്യെ പയ്യെ പിച്ച വെക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറയാം. അതിനു മുമ്പ് തന്നെ ജൂവിഷ് ട്രഡീഷനിലൊക്കെ സ്വർഗത്തിന്റെ ആശയങ്ങളൊക്കെ വരുന്നുണ്ട്. റാഷണലിസ്റ്റിക് പേഴ്സ്പെക്റ്റീവില് ഇതിലേക്ക് തത്വചിന്ത കടന്നു വരുന്നത് പ്ലേറ്റോയിലൂടെയൊക്കെയാണെന്ന് കൂടുതലായിട്ട് വേണമെങ്കിൽ പറയാം. ഹെവൻ എന്നുള്ള കോൺസെപ്റ്റിലേക്ക്, വേൾഡ് ഓഫ് ഐഡിയാസ്, വേൾഡ് ഓഫ് ഫോംസ്, ഐഡിയൽ വേൾഡ്. അതുകൊണ്ടാണ് പ്ലേറ്റോ വിഖ്യാതമായ ഒരു അലഗറി ഉപയോഗിക്കുന്നത്, കേവ് അലഗറി. നമ്മളൊരു ഗുഹയ്ക്കകത്ത് ജീവിക്കുന്ന മനുഷ്യരെ പോലെ ഗുഹയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ പിറകിലാണ് യഥാർത്ഥമായ യാഥാർത്ഥ്യം അരങ്ങേറുന്നത്. നമ്മുടെ മുന്നിൽ ഒരു വലിയ ഭിത്തിയുണ്ട്. ഈ ഗുഹയ്ക്കകത്ത് വസിക്കുന്ന നമ്മുടെ മുന്നിൽ വലിയൊരു ഭിത്തിയുണ്ട്. ആ ഭിത്തിയിൽ നമ്മളെ കുറെ നിഴലുകൾ കാണുന്നുണ്ട്. ആ നിഴലുകൾ ആരുടേതാണ്? പിറകിൽ നടക്കുന്ന യഥാർത്ഥ ലോകത്തിലെ പ്രവർത്തനങ്ങളുടെ നിഴലാട്ടങ്ങൾ മാത്രമാണ് നമ്മൾ ഭിത്തിയിൽ കാണുന്നത്. നിർഭാഗ്യവശാൽ നമ്മൾ ഈ നിഴലാട്ടങ്ങളെയൊക്കെ എന്തായിട്ട് കണക്കാക്കിയിരിക്കുന്നു? യാഥാർത്ഥ്യമായിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് വേൾഡ് ഓഫ്
ideas, world of forms, or real world is behind us, not in front of us, because we are in a cave. ചിലര് ഭാഗ്യവശാൽ ഈ കേവിൽ നിന്ന് പുറത്തു കടന്നു. അപ്പോഴേ അവർ ഞെട്ടിപ്പോയി. പുറത്തെ സൂര്യപ്രകാശം കാണുകയും സൂര്യനെ കാണുകയും പകൽ വെളിച്ചത്തിലെല്ലാം കാണുകയും ചെയ്തപ്പോൾ അവർക്കതിനെ വിശ്വസിക്കാൻ സാധിക്കാതെ അതിനെ അവിശ്വസിച്ചിട്ട് അവരുടെ കേവിന്റെ തന്നെ ഇരുളിലേക്ക് മടങ്ങി വരികയാ. അവിടെ പ്ലേറ്റോ നിമിത്തമാക്കുന്നത് സത്യത്തെ മനഃപൂർവ്വം അറിഞ്ഞിട്ടും മനഃപൂർവ്വം നിഷേധിക്കുന്ന, അതിൽ കണ്ട് പകച്ച് അതിനെ അവിശ്വസിക്കുന്ന അദ്ദേഹത്തിന്റെ കാലത്തെ നിരീശ്വരന്മാരെയും സ്കെപ്റ്റിക്കുകളെയൊക്കെ പ്ലേറ്റോ അതിലൂടെ വിമർശന വിധേയമാക്കുന്നത്. അവർക്ക് പ്രേമം എക്കാലവും ഇരുളിനോടാണ് പോയി. എന്നാൽ പുറം ലോകം കണ്ട ചിലരോ അവര് കൂടുതൽ കൂടുതൽ സൂര്യവെളിച്ചത്തിൽ കാര്യങ്ങൾ നേരിൽ കാണുകയാണ്. അവര് കൂടുതൽ കൂടുതൽ സത്യത്തിന്റെ രഹസ്യങ്ങള് ഗുഹയ്ക്കകത്ത് വസിക്കുന്നവരോട് വിളിച്ചു പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് വേണമെങ്കിൽ വെളിപാടിന്റെ മേഖലയാണെന്ന് നമുക്ക് പറയാം. ദൈവശാസ്ത്രപരമായിട്ട് റെവലേഷൻ സിദ്ധിച്ചവർ ആ ഗുഹയ്ക്ക് പുറത്ത് കടന്ന് സൂര്യവെളിച്ചത്തിൽ കാര്യങ്ങൾ കാണുന്നവര്. അവര് സത്യം ഇരുളിൽ കഴിയുന്നവരോട് വിളിച്ചു പറഞ്ഞു കഴിയുമ്പോൾ യോഹന്നാന്റെ പ്രതികരണം പോലെ വെളിച്ചത്തെ ഉൾക്കൊള്ളാൻ ഇരുളിന് സാധിച്ചില്ല എന്ന് പറഞ്ഞതുപോലെ അവരുടെ പ്രതികരണം. അതുകൊണ്ട് സത്യം വിളിച്ചു പറയുന്ന സൂര്യപ്രകാശത്തിൽ കാര്യങ്ങൾ കാണുന്ന ഗുഹയ്ക്ക് പുറത്തു കടന്നവരുടെ റിപ്പോർട്ടുകളെ ഇരുളിൽ കഴിയുന്നവർ അവഗണിക്കുകയാണ്. എന്ന് മാത്രമല്ല അവരെ ചീത്ത വിളിക്കുകയും അവരെ വധിക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത്. ക്രിസ്തു സത്യം പറഞ്ഞുകൊണ്ട് ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ ക്രിസ്തുവിനെ ക്രൂശിലേറ്റി എന്ന് പറയുന്നതിന്റെ ഒരു അനാലജി ആയിട്ട് വേണമെങ്കിൽ അലഗറി ഓഫ് ദ കേവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ പ്ലേറ്റോ വളരെ മനോഹരമായിട്ട് കേവ് അനാലജിയിലൂടെ അലഗറിയിലൂടെ സത്യം വെളിപ്പെടുത്തി തരികയാണ്. മനുഷ്യാവസ്ഥയെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഇതാണ് കേവല ഇന്റർനെറ്റിൽ ഇഷ്ടം പോലെ ഇമേജുകൾ കിട്ടും. പ്ലേറ്റോയുടെ അലഗറി ഓഫ് കേവ്, ഇതാണ് അതിന്റെ മീനിങ് ബേസിക്. പ്ലേറ്റോയെ സംബന്ധിച്ചോളം ക്രിയേഷൻ എന്ന് പറയുന്നത് ശൂന്യതയിലും നല്ല സംഭവിക്കുന്നത് ഇറ്റേണൽ ആയിട്ട് നിലനിൽക്കുന്ന ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് സൃഷ്ടി സംഭവിക്കുന്നു എന്നുള്ളതാണ് പ്ലേറ്റോയുടെ വാദം. അത് അന്നത്തെ കാലഘട്ടത്തിൽ നിലനിന്ന ചില ചിന്താപദ്ധതികളെ പ്ലേറ്റോ മോഡിഫൈ ചെയ്തെടുക്കുന്നതാണ്. പിന്നെ പ്ലേറ്റോയിൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, അദ്ദേഹം ദൈവത്തെ പറ്റി നേരിട്ടങ്ങ് പറയുന്നില്ല എങ്കിലും ദ വൺ എന്നുള്ളൊരു കോൺസെപ്റ്റ് അദ്ദേഹം പറയുന്നുണ്ട്. വൺ റെക്കറിംഗ് തീം ഈസ് ദാറ്റ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് എവരിതിങ്. നന്മയ്ക്കും തിന്മയ്ക്കും ഹേതുവായിരിക്കുന്ന ഏക തത്വം, എല്ലാ രൂപങ്ങൾക്കും കാരണഭൂതനായിട്ടുള്ള ഒരു തത്വം ഈസ് ദ വൺ, ദ എസെൻസ് ഓഫ് ഓൾ ദ ഫോംസ്. അതിനെയാണ് ദ വൺ എന്ന് പറയുന്നത്. അതിനെ നമ്മുടെ ട്രിനിറ്റേറിയൻ ഗോഡായിട്ട് നമ്മൾ ക്രിസ്തീയ വിശ്വാസത്തിൽ കാണുന്നു. തത്വശാസ്ത്ര പാരമ്പര്യങ്ങളിൽ അതിനെ ദൈവമായിട്ട് പിന്നീട് ഐഡന്റിഫൈ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. പ്ലേറ്റോയ്ക്ക് എത്തിക്സ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അദ്ദേഹം സോക്രട്ടീസിന്റെ ശിഷ്യനായിരുന്നല്ലോ. വെർച്വസ് ലൈഫിനെ പറ്റിയല്ലേ പറയുന്നത്. ജസ്റ്റിസ് പ്രധാനപ്പെട്ട ഒരു മൂല്യം വാല്യൂ ആയിട്ട് പ്ലേറ്റോ അവതരിപ്പിക്കുകയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ റിപ്പബ്ലിക്കിലെ ഡെമോക്രസിയെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ വിമർശനവും ഫിലോസഫർ കിങ്ങിനെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ ആശയങ്ങളുമാണ് പ്ലേറ്റോയുടെ പൊളിറ്റിക്കൽ ഫിലോസഫിയുടെ ഊന്നലുകൾ. പിന്നെ പ്ലേറ്റോയുടെ കോൺസെപ്റ്റ് ഓഫ് ലവ്, പ്ലേറ്റോണിക് ലവ് എന്ന് പറയുന്ന ഒരു രൂപകം തന്നെയുണ്ട്. എന്താ ഈ പ്ലേറ്റോണിക് ലവ് എന്ന് പറഞ്ഞാലോ, അതായത് കാമബദ്ധത്തെയൊക്കെ കടന്നു പോകുന്ന ശരീരബദ്ധമല്ലാത്ത സ്നേഹം ശരീരത്തിൽ തുടങ്ങി അതിലൂടെ വികസിച്ച് ഒരു ആത്മീയ സ്നേഹത്തിലേക്ക് പരിണമിക്കുകയാണ്. വിശ്വം മുഴുവനെയും കൈക്കുമ്പിളിൽ എടുത്ത് സ്നേഹിക്കുന്ന ഒരു അഗാപ്പേയിക്ക് ലവിലേക്ക് മനുഷ്യന്റെ സ്നേഹം വളരണമെന്നുള്ളതായിരുന്നു പ്ലേറ്റോയുടെ ആഹ്വാനം. അതിനെയാണ് പ്ലേറ്റോണിക് ലവ് എന്നൊക്കെ പറയുന്നത്. സമർപ്പിതരുടെയൊക്കെ ബ്രഹ്മചര്യവ്രതത്തെ വ്യാഖ്യാനിക്കുന്ന അത്തരണത്തിലാണ്. ഏക വ്യക്തിയിലേക്ക് ഒതുങ്ങിക്കൂടാതെ അഗാപ്പേയിക്ക് യൂണിവേഴ്സൽ ലവിലേക്ക് നമ്മുടെ സ്നേഹം വികസിക്കണം എന്നുള്ള കാര്യം. അത് സമർപ്പിതർക്ക് മാത്രമല്ല, കുടുംബജീവിതം നയിക്കുന്നവർക്കും. ഉദാത്തമായ സ്നേഹത്തിൽ വ്യാപരിക്കുന്ന എല്ലാവരും വ്യക്തിബന്ധങ്ങളിൽ നിന്നും വിശാല സ്നേഹത്തിന്റെ ചക്രവാളങ്ങളിലേക്ക് വളരേണ്ടിയിരിക്കുന്നു എന്നുള്ളത്. ഭാരതീയ ആത്മീയ പാരമ്പര്യത്തില് വാനപ്രസ്ഥം എന്നൊക്കെ പറയുന്ന ഇതുപോലെ വിശ്വവിശാലമായ സർവ്വചരാചരങ്ങളോടും ആയിട്ട് പങ്കുവെക്കുന്ന സാർവലൗകിക സ്നേഹത്തിന്റെ മാതൃകയാണെന്നുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി വേണമെങ്കിൽ ചിന്തിക്കാം. ഓക്കെ, നമുക്ക് അരിസ്റ്റോട്ടിലേക്ക് വരാം. അരിസ്റ്റോട്ടിൽ ദ ഫസ്റ്റ് ടു ക്രിയേറ്റ് എ കോംപ്രഹെൻസീവ് സിസ്റ്റം ഓഫ് ഫിലോസഫി. അരിസ്റ്റോട്ടലിയൻ എത്തിക്സ്, അരിസ്റ്റോട്ടലിയൻ എസ്തെറ്റിക്സ്, അരിസ്റ്റോട്ടലിയൻ പൊളിറ്റിക്സ്, മെറ്റഫിസിക്സ്, ലോജിക്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അരിസ്റ്റോട്ടലിന്റെ ഫിലോസഫിയുമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അതിലുപരി അരിസ്റ്റോട്ടലിയൻ ഫിസിക്സ്, അരിസ്റ്റോട്ടലിൽ കൈവെക്കാത്ത ഒരു മേഖലയില്ലെന്ന് പറയാൻ സാധിക്കും. അതുകൊണ്ട് തത്വശാസ്ത്രത്തിലെ എല്ലാ ശാഖകളും ഒരുപാട് കടപ്പെട്ടിരിക്കുന്നത് അരിസ്റ്റോട്ടലിനോടാണ്.
ഈ അരിസ്റ്റോട്ടീലിയൻ തത്വചിന്തയെ അധികരിച്ചുകൊണ്ടാണ് തോമസ് അക്വിനാസ് പിന്നെ ക്രിസ്തീയ ദൈവശാസ്ത്രത്തിന്റെ അസ്ഥിവാരം ഇടുന്നത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1991 പൊന്തിഫിക്കൽ അക്കാഡമി ഓഫ് സയൻസിനെ അഭിസംബോധന ചെയ്ത് നടത്തിയ കത്തിൽ പ്രസംഗത്തിൽ പറയുന്നത് മധ്യശതകങ്ങളിൽ അരിസ്റ്റോട്ടേലിയൻ തത്വചിന്ത ക്രിസ്തീയ ദൈവശാസ്ത്രത്തിന് അടിത്തറ പാകിയതുപോലെ എന്നാണ്. ഇന്ന് ആധുനിക ശാസ്ത്രങ്ങൾ ക്രിസ്തീയ ദൈവശാസ്ത്രത്തിന് അടിത്തറയിടണമെന്നുള്ളത്. അത് രണ്ടാമത്തെ ഭാഗം. മാർപ്പാപ്പ പറഞ്ഞത് എന്താണ്? അരിസ്റ്റോട്ടലിന്റെ ഫിലോസഫിയാണ് ക്രിസ്തീയ ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. തോമസ് അക്വിനാസ്, നമ്മള് വിശുദ്ധ കുർബാന പങ്കെടുക്കുന്നവരല്ലേ? അപ്പവും വീഞ്ഞും ഈശോയുടെ തിരുശരീര രക്തങ്ങളായി മാറുന്നു. എങ്ങനെയാ മാറുന്നത് എന്നുള്ളത് തോമസ് അക്വിനാസ് തലനാരിഴ കീറി ദാർശനിക ബുദ്ധിയായി യുക്തിഭദ്രമായിട്ട് വാദങ്ങൾ ഉന്നയിക്കുകയാണ്. എല്ലാ വസ്തുക്കളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഫോമും മാറ്ററും ചേർന്നാണ്. ഞാനെന്ന് പറയുന്നത് എന്റെ ശരീരത്തിന്റെ ഫ്ലഷ് ആണ് എന്റെ മാറ്റർ, എന്റെ ഹ്യൂമൻനെസ് ആണ് എന്റെ ഫോമും ഫ്ലഷും ഹ്യൂമൻനെസ്സും ചേരുമ്പോഴാണ് മാൻ ഉണ്ടാകുന്നത്, ഹ്യൂമൻ എന്ന് പറഞ്ഞതുപോലെ വസ്തുക്കൾക്കെല്ലാം അതിന്റെ മാറ്റർ ഉണ്ട്. ബ്രെഡിനും വൈനിനും അതിൻ്റെതായ മെറ്റീരിയൽ സ്റ്റഫ് ഉണ്ട്. അതിനോടുകൂടി വൈദികൻ ഉച്ചരിക്കുന്ന കൂദാശ വചനങ്ങളായ ഫോം കൂടി ചേരുമ്പോൾ വൈനിന്റെയും ബ്രെഡിന്റെയും മാറ്ററും ഫോമും ഒരു പുതിയ സ്പീഷീസ് ആയിട്ട് രൂപം പ്രാപിക്കുന്നു. അത് ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളായി മാറുന്നു എന്നുള്ള മെറ്റഫിസിക്കൽ ആർഗ്യുമെന്റ് ആണ് അരിസ്റ്റോട്ടലിന്റെ മാറ്റർ ഫോം തിയറിയെ അധികരിച്ചുകൊണ്ട് തോമസ് അക്വിനാസ് പിന്നീട് വാദിക്കുന്നു. അതാണ് മാർപ്പാപ്പ ഇവിടെ വിഭാവനം ചെയ്യുന്നത്. നമുക്ക് ആത്മാവ് ഉണ്ടെങ്കിലല്ലേ സ്വർഗത്തിലേക്ക് പോവുകയുള്ളൂ, അല്ലെങ്കിൽ വെറും മെറ്റീരിയലിസമായിട്ട് അവശേഷിക്കുകയില്ല. നമുക്ക് ആത്മാവ് ഉണ്ടെന്ന് തോമസ് അക്വിനാസ് പിന്നീട് വാദിക്കുന്നത് അരിസ്റ്റോട്ടലിയൻ ഫോം എന്നുള്ള പ്രിൻസിപ്പിളിനെ കടമെടുത്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് ക്രിസ്തീയ ദൈവശാസ്ത്രം ഒത്തിരി വളർന്നു വരുന്നത് ഒരു അപ്പോളജറ്റിക് കോണ്ടസ്റ്റിലാണ്. കാരണം വിശ്വസിക്കാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. വിശ്വാസ വിരുദ്ധരായിരുന്നവരൊക്കെ ഒത്തിരി പേര് ക്രിസ്തീയ ദൈവശാസ്ത്രത്തെ കടന്നാക്രമിക്കുമ്പോൾ തോമസ് അക്വിനാസും കൂട്ടരൊക്കെയാണ് അതിന് മറുപടി കൊടുത്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ റിഗറസ് ഫിലോസോഫിക്കൽ ടേംസിലാണ് ക്രിസ്തീയ ദൈവശാസ്ത്രം വളർന്നത്. അതാണ് ക്രിസ്തീയ ദൈവശാസ്ത്രത്തിന്റെ യുക്തിഭദ്രത എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അതിന്റെ അനുഭവാത്മകത, യോഗാത്മകത്വം, മിസ്റ്റിക്കൽ ഡൈമെൻഷൻ നമുക്ക് അതുകൊണ്ട് കുറവ് വരുകയും ചെയ്തു. അത് വേറൊരു തലമാണ്. നമുക്ക് അതിലേക്ക് ഇപ്പൊ ചർച്ച പോകേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ മിസ്റ്റിക്കൽ തിയോളജി ഒക്കെ പഠിക്കുമ്പോൾ വേണമെങ്കിൽ പിന്നീട് ഒരു അവസരത്തിൽ ചർച്ച ചെയ്യുക. ഓക്കെ, അതാണ് ഫൗണ്ടേഷൻ ഓഫ് സ്കോളാസ്റ്റിക് ഫിലോസഫിയുടെ അടിസ്ഥാനം അരിസ്റ്റോട്ടിലാണ് എന്ന് പറയും. ഓക്കെ, വർക്ക് ആൻഡ് ഐഡിയസ് അത് നമുക്ക് അതും വിടാം. ഓക്കെ, അരിസ്റ്റോട്ടലിന്റെ മെറ്റഫിസിക്സ്, ഫിസിക്സും മെറ്റഫിസിക്സും. ആദ്യം എഴുതുന്നത് ഫിസിക്സിനെ പറ്റിയുള്ള പുസ്തകമാണ്. പിന്നീടാണ് അദ്ദേഹം മെറ്റഫിസിക്സിനെ പറ്റി എഴുതാൻ തുടങ്ങി. അവിടെയാണ് മാറ്റർ ആൻഡ് ഫോം, എവറിത്തിങ് ഈസ് മേഡ് അപ്പ് ഓഫ് മാറ്റർ ആൻഡ് ഫോം, ആക്ട് ആൻഡ് പൊട്ടൻസി എന്ന് പറഞ്ഞാൽ എല്ലാം എനിക്കിപ്പോ പുതിയൊരു സ്പിരിച്വൽ ബീയിങ് ആയി തീരാനുള്ള സാധ്യതയുണ്ട്. എന്റെ കഴിവുകൾ വികസിപ്പിച്ചുകൊണ്ട് ഞാൻ അല്പകൂടെ മെച്ചപ്പെട്ട ഹ്യൂമൻ ആയിട്ട് പൊട്ടൻസിയിൽ ഞാൻ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ദൈവത്തിൽ മാറ്റമില്ല. ദൈവം പ്യുവർ ആക്ട് ആകുന്നു. ദൈവത്തിൽ സമസ്ത നന്മയും അതിന്റെ സമ്പൂർണ്ണതയിൽ നിലകൊള്ളുന്നു. അൾട്ടിമേറ്റ് റിയാലിറ്റി, അതാണ് അൾട്ടിമേറ്റ് ബീയിങ് ഈസ് എസെൻഷ്യലി പ്യുവർ ആക്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് തോമസ് അക്വിനാസിന്റെ വാദമാണ്. അരിസ്റ്റോട്ടലിന്റെ വാദഗതിയുടെ ചൂട് പിടിച്ചുകൊണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഡോക്ട്രിൻ ഓഫ് ഹൈലമോർഫിസം, ഓൾ മെറ്റീരിയൽ ബീയിങ്സ് ആർ composed of both matter and form എന്നുള്ളതാണ് ഹൈലമോർഫിക് ഡോക്ട്രിൻ എന്ന് പറയുന്നത്. അതാണ് അരിസ്റ്റോട്ടലിന്റെ ബേസിക് മെറ്റഫിസിക്സ്. അതിന്മേലാണ് സ്കോളാസ്റ്റിക് ഫിലോസഫി. എന്താ ഈ മാറ്റർ ആൻഡ് ഫോം ആണെന്ന് നമുക്ക് എന്തുകൊണ്ട് പറയാൻ സാധിക്കും? ഉദാഹരണം പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇപ്പൊ നിങ്ങൾ എത്ര പേര് 10-20 പേര് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ 20 പേര് ഇവിടെ സന്നിഹിതരാണ്. എന്നാൽ നമ്മൾ 20 പേരും ഹ്യൂമൻസ് ആണ് താനും. നമ്മളെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്. 20 പേർക്കും കോമൺ ആയിട്ടൊരു എലമെന്റ് ഉണ്ട്. അതാണ് നമ്മുടെ ഫോം. എന്നാൽ നമ്മൾ 20 പേരും 20 വ്യക്തികളാണ് താനും. 20 ശരീരങ്ങളാകുന്നു. നമ്മളെല്ലാവരും ഡിവൈഡഡ് ആകുന്നു. ഇങ്ങനെ നമ്മളെ ഡിവൈഡ് ചെയ്യുന്ന തത്വം ഏതാണ്? മാറ്റർ. അതെന്താ സൂചിപ്പിക്കുന്നത്? നമ്മളെല്ലാവരും മാറ്ററും ഫോമും കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. വീണ്ടും അതാണ് ന്യൂമറിക്കൽ മൾട്ടിപ്ലിസിറ്റി. അതാണ് ഒരു പ്രൂഫ് ഹൈലമോർഫിസത്തിനുള്ളത്. പിന്നെ കണ്ടിന്യൂവിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അതാണ് വേറൊരു പ്രൂഫ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനെന്ന് പറയുന്ന അഗസ്റ്റിൻ എന്ന് പറയുന്ന വ്യക്തി ഒരാളായിട്ട് നിലനിൽക്കുന്നു. എന്നാൽ എന്നിൽ ഒരുപാട് മാറ്റങ്ങളും ഓവർ ദ ഇയർ സംഭവിക്കുകയും ചെയ്യുന്നു. അതാണ് ചേഞ്ചും കണ്ടിന്യൂവിറ്റിയും ഉണ്ട് എന്ന് പറയുന്നത്.
ചേഞ്ച് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? മാറ്റർ. കണ്ടിന്യൂസ് ആയിട്ട് ഒരുപോലെ നിൽക്കുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? ഫോം. എന്താ സൂചിപ്പിക്കുന്നത്? നമ്മളെല്ലാവരും മെറ്റീരിയൽ ബീയിങ്ങുകള് മാറ്റർ ആൻഡ് ഫോം കൊണ്ടുണ്ടായവയാണ്. പിന്നെ അരിസ്റ്റോട്ടലിന്റെ ഒരു പ്രധാനപ്പെട്ട നമ്മൾ വരുന്ന അധ്യായങ്ങളിലും നിങ്ങളത് കാണും. 4 ഫണ്ടമെന്റൽ കോസുകളെ പറ്റി പറയും. മെറ്റീരിയൽ കോസ്, ഫോമൽ കോസ്, എഫിഷ്യന്റ് കോസ്, ഫൈനൽ കോസ്. ഈ അരിസ്റ്റോട്ടലിന്റെ കോസാലിറ്റി പ്രിൻസിപ്പിളുകൾ വെച്ചുകൊണ്ടാണ് പിന്നീട് തോമസ് അക്വീനാസ് അദ്ദേഹത്തിന്റെ ഫേമസ് 5 ways ഫോർ പ്രൂവിങ് ഗോഡ്സ് എക്സിസ്റ്റൻസ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ദൈവാസ്തിത്വം തെളിയിക്കാൻ വേണ്ടിയുള്ള 5 മാർഗങ്ങൾ തോമസ് അക്വീനാസ് ആവിഷ്കരിക്കുന്നത് അരിസ്റ്റോട്ടലിന്റെ പ്രിൻസിപ്പിൾ ഓഫ് കോസാലിറ്റിയെ വെച്ചുകൊണ്ട്. എന്താണ് ഈ 5 കോസുകൾ എന്ന് പറയുന്നത്? മെറ്റീരിയൽ കോസ് എന്ന് പറഞ്ഞാൽ എന്റെ മുന്നിലുള്ള മേശ, അത് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വുഡ്, അതാണ് അതിന്റെ മെറ്റീരിയൽ കോസ് എന്ന് പറയുന്നത്. ഫോമൽ കോസ് എന്താണ്? ഈ വുഡിനെ ടേബിൾ ആക്കി മാറ്റുന്ന ടേബിൾനെസ്, അതിന് ഫോം നൽകുന്നത് ഒരു കോസാണ്, അതാണ് അതിന്റെ ഫോമൽ കോസ്. എഫിഷ്യന്റ് കോസ് എന്ന് പറയുന്നത് എന്താണ്? വുഡിനെ ടേബിൾ ആക്കി മാറ്റുന്ന കാർപ്പന്റർ ആണ് അതിന്റെ എഫിഷ്യന്റ് കോസ്. അതും കൂടാതെ ഒരു കോസും കൂടി ഉണ്ട്, ഫൈനൽ കോസ്. എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, അതാണ് അതിന്റെ ഫൈനൽ കോസ്. ഇനി ഈ ടേബിളിന്റെ സ്ഥാനത്ത് പ്രപഞ്ചത്തെ വെച്ച് അപ്പം ആത്യന്തികമായിട്ട് അവ ഓട്ടോമാറ്റിക്കലി ദൈവത്തിന് വേണ്ടിയുള്ള ആർഗ്യുമെന്റ്, ദൈവത്തിന്റെ നിലനിൽപ്പിനുള്ള ദൈവാസ്തിത്വത്തിലേക്കുള്ള ആർഗ്യുമെന്റുകളായിട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. മെറ്റീരിയൽ, ഫോമൽ, എഫിഷ്യന്റ്. പിന്നെ അരിസ്റ്റോട്ടലിന്റെ ഒരു ഫേമസ് ഇക്വേഷൻ ആണ് വെർച്യു ലൈസ് ഇൻ ദ മിഡിൽ. അന്നത്തെ കാലത്ത് എക്സ്ട്രീമിസ്റ്റുകൾ ഒരുപാടുണ്ടായിരുന്നു. മോറൽസ് ലൂസ് ആയിട്ടുള്ളവരും മോറലി എക്സ്ട്രീംലി പ്യൂരിറ്റൻ ആയിട്ടുള്ളവരും. ഇത് തമ്മിലുള്ള ഒരു ബാലൻസിങ് ആണ് അരിസ്റ്റോട്ടൽ ശ്രമിച്ചത്. എന്ത്? വെർച്യു ലൈസ് ഇൻ ദ മിഡിൽ എന്നുള്ളത്, എക്സ്ട്രീമുകൾ ഒഴിവാക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ ഓക്കെ. ഇത് അദ്ദേഹത്തിന്റെ പിക്ചറുകളും പെയിന്റിങ്ങും ഒക്കെയാണ്. അതിലോട്ട് പോട്ടെ. അപ്പൊ ഞാൻ ഇവിടെ കൊണ്ട് സോക്രട്ടീസിനെയും പ്ലേറ്റോയെയും അരിസ്റ്റോട്ടലിനെയും അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് ഇവരുടെ തുടർച്ചയായിട്ടുള്ള തോമസ് അക്വീനാസ്, അഗസ്റ്റിൻ, ആൻസ്രേ മുതലായവരെയും കൂടെ ചുരുക്കമായിട്ട് കാണാം. നമുക്കിനി ഏതാണ്ട് അരമണിക്കൂർ സമയം ഉള്ളൂ എന്ന് തോന്നുന്നു. അതിനതൊക്കെ നമ്മൾ അനുവദിക്കുന്നത് പോലെ അഗസ്റ്റിൻ, അക്വീനാസ്, ആൻസ്രേ. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം കേട്ടോ. ഞാൻ ചുരുങ്ങിയ സമയം കണ്ട് പറയാൻ നോക്കാം. ഓക്കെ. വിശുദ്ധ അഗസ്റ്റിൻ, ഞാൻ കൂടുതലും ജീവചരിത്രത്തിനാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഞാനത് ആവർത്തിക്കേണ്ട കാര്യമില്ല. അൾജീരിയൻ റോമൻ ഫിലോസഫർ, കീ ഫിഗർ ഇൻ വെസ്റ്റേൺ ക്രിസ്ത്യാനിറ്റീസ് ഡെവലപ്മെന്റ്. ആധുനിക ക്രൈസ്തവ ദൈവശാസ്ത്രത്തിന്റെ ഒക്കെ വലിയ തലതൊട്ടപ്പം എന്ന് വേണമെങ്കിൽ അഗസ്റ്റിന്റെയും അക്വീനാസിനെയും ഒക്കെ നമ്മൾ വിശേഷിപ്പിക്കാൻ സാധിക്കും. ഫാദർ ഓഫ് ഓർത്തഡോക്സ് തിയോളജിയാണ്, വൺ ഓഫ് ദി ഗ്രേറ്റ് ഫാദേഴ്സ് ഓഫ് ദി ലാറ്റിൻ ചർച്ച്. പ്ലേറ്റോ ആയിരുന്നു. തോമസ് അക്വീനാസിന്റെ ഉറവിടം അരിസ്റ്റോട്ടിലായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ അഗസ്റ്റിന്റെ ദൈവശാസ്ത്രത്തിന്റെ മുഴുവനും ഉറവിടം പ്ലേറ്റോയായിരുന്നു. അഗസ്റ്റിന്റെ കൺവേർഷൻ തന്നെ സംഭവിക്കുന്നത് പ്ലേറ്റോണിക് ഫിലോസഫിയിൽ നിന്നാണ് കേട്ടോ. വേൾഡ് ഓഫ് ഐഡിയാസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ പ്ലേറ്റോയില്. റിയൽ വേൾഡ്, ഐഡിയൽ വേൾഡ് ഈ ലോകത്തിന് പുറത്തുണ്ടെന്നുള്ള. അപ്പൊ അങ്ങനെ ഒരു ലോകം ഉണ്ടായിരിക്കുകയും ആ ലോകത്തിന്റെ നിന്ന് പുറപ്പെടുന്ന ദിവ്യപ്രകാശമായിട്ട് ക്രിസ്തുവിനെ കാണാൻ സാധിച്ചതുമാണ് അഗസ്റ്റിന്റെ മാനസാന്തരത്തിലേക്ക് നയിച്ചത് ആത്യന്തികമായി. ഇപ്പൊ പ്ലേറ്റോണിക് ഫിലോസഫിയാണ് അഗസ്റ്റിന് കൺവേർഷൻ കൊണ്ടുവന്നത് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. വേറെ ഒരുപാട് പേര് അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. കൺവേർഷൻ ടു ക്രിസ്ത്യാനിറ്റി, അപ്പിരിറ്റ് മൊണാസ്റ്റിക് ലൈഫിലേക്ക് പോയി. അഗസ്റ്റിന്റെ വിഖ്യാതമായ വർക്കുകളാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ, കൺഫെഷൻ, പിന്നെ സിറ്റി ഓഫ് ഗോഡ്. ഈ റോമൻ എംപയർ നശിപ്പിക്കാൻ കാരണം റോമൻ നിവാസികൾ ക്രിസ്തീയ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയത് കൊണ്ടാണെന്നൊരു വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ വിമർശിച്ചു, അതിന് മറുപടി ആയിട്ടാണ് വിശുദ്ധ അഗസ്റ്റിൻ സിറ്റി ഓഫ് ഗോഡ് എന്നുള്ള അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഗ്രന്ഥം വിരചിക്കുന്നത്. അതിൽ അദ്ദേഹം സിറ്റി ഓഫ് ഗോഡിനെ തിരുസഭയുടെ പ്രതീകമായിട്ട് കാണുകയാണ്. ഹെവൻലി സിറ്റിയും മെറ്റീരിയൽ സിറ്റിയും ഉണ്ട്. ദിസ് വേൾഡ്ലി സിറ്റിയും. ദിസ് വേൾഡ്ലി സിറ്റിയുടെ പരാജയം ഹെവൻലി സിറ്റിയുടെ നാശമല്ല, അതൊരു പുതിയ സിറ്റിയുടെ ആവിഷ്കാരമാകുന്നു എന്നുള്ള കാഴ്ചപ്പാട് അഗസ്റ്റിൻ സിറ്റി ഓഫ് ഗോഡിലൂടെ ആവിഷ്കരിക്കുന്നത്. ഓക്കെ. നമുക്ക് യുക്തി കൊണ്ട് വലിയൊരളവ് വരെ അറിവ് നേടിയെടുക്കാൻ സാധിക്കും. പോസിബിലിറ്റി ഓഫ് ജെനുവിൻ ഹ്യൂമൻ നോളജ് ത്രൂ റീസണിങ്. റീസൺ ആസ് ദ യുണീക്ക് ഹ്യൂമൻ കോഗ്നിറ്റീവ് കപ്പാസിറ്റി. സബ്ജക്റ്റീവ് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ. ഈ തോമസ് അക്വീനാസും അഗസ്റ്റിനും ഒക്കെ ദൈവശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാക്കളാണെങ്കിലും
വെളിപാടിലാണ് അവരുടെ മർമ്മമെങ്കിലും അവരെല്ലാവരും കരുതിയിരുന്നത് യുക്തിയെ വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളതാണ്. ദൈവശാസ്ത്ര രഹസ്യങ്ങൾ പോലും നമ്മൾ യുക്തിക്ക് നിരക്കുന്ന രീതിയിൽ മനസ്സിലാക്കുകയും യുക്തിപരമായിട്ട് വ്യാഖ്യാനിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. പലപ്പോഴും ഈ യുക്തിയെ മറന്ന് നമ്മൾ വെളിപാടിനെ അർത്ഥരഹിതമായിട്ട് പശ്ചാത്തലത്തിൽ നിന്നും അടർത്തി മാറ്റി മനസ്സിലാക്കുന്നതുകൊണ്ട് പലപ്പോഴും അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അവിടെ റിലീജിയസ് ഫണ്ടമെന്റലിസവും ഫനാറ്റിസിസവും ഒക്കെ കടന്നു വരുന്നത്. തോമസ് അക്വീനാസ് പറയും ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ചാരിറ്റി 3 ദൈവിക പ്രമാണങ്ങളാണ്. അതുപോലെ പ്രധാനപ്പെട്ടതാണ് 4ാമത്തെ പ്രമാണം അദ്ദേഹത്തിന്, അത് റീസൺ ആണ്. ഫെയ്ത്തിനെയും ഹോപ്പിനെയും ചാരിറ്റിയെ പോലും നിയന്ത്രിക്കേണ്ടത് നമ്മുടെ യുക്തിയാണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അത് സെയിന്റ് അഗസ്റ്റിന്റെയും ഒരു ഉൾക്കാഴ്ചയാണ്. ഇവരെല്ലാം വളരെ റാഷണലിസ്റ്റിക് തിയോളജിയൻസ് ആയിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് ബൈബിളിനെ പോലും നമ്മൾ സൂക്ഷ്മതയോടെ വ്യാഖ്യാനിക്കണമെന്ന് സെയിന്റ് അഗസ്റ്റിൻ പറയുമായിരുന്നു 4ാം നൂറ്റാണ്ടിൽ. അത്രയും ഇന്ന് ബിബ്ലിക്കൽ ഹെർമനൂട്ടിക്സ് ഒക്കെ ഒത്തിരി വളർന്നു, നമ്മുടെ ബൈബിൾ ഗവേഷണമൊക്കെ. അന്ന് സെയിന്റ് അഗസ്റ്റിൻ പറഞ്ഞു, നിങ്ങള് വസ്തുനിഷ്ഠമായ വസ്തുതകൾക്ക് ശാസ്ത്രീയ ഗവേഷണത്തിന് വിരുദ്ധമായിട്ട് ബൈബിളിൽ ഒരു പ്രസ്താവന ഉണ്ടെങ്കിൽ നമ്മളതിനെ പുനർവ്യാഖ്യാനം ചെയ്യാൻ തയ്യാറാകണമെന്ന് വരെ ഒരു മടിയും കൂടാതെ 4ാം നൂറ്റാണ്ടിൽ തന്നെ സെയിന്റ് അഗസ്റ്റിൻ പറഞ്ഞു വെച്ചിരുന്നു എന്നുള്ളതാണ്. ബൈബിളിനെ അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കാനുള്ളതല്ല. ഓക്കെ, തിയോളജി ഫ്രീ വിൽ ആൻഡ് പ്രീ ഡെസ്റ്റിനേഷൻ. നമ്മുടെ നിങ്ങളുടെ പുസ്തകത്തിന്റെ അവസാനത്തെ അധ്യായം അതാണ്, യൂദാസിനെ പറ്റിയൊക്കെ പറയുന്നത്. നമുക്ക് ഇച്ഛാശക്തി ഉണ്ടോ, അതോ ദൈവം നമ്മളെ എല്ലാവരെയും പ്രീ ഡിറ്റർമിൻ ചെയ്തിരിക്കുകയാണോ? ഞാൻ നരകത്തിൽ പോകണമെന്നുള്ള ദൈവനിശ്ചയമാണോ? ചിലർ അങ്ങനെയാണെന്ന് പറയും. അങ്ങനെയല്ലെന്നാ സെയിന്റ് അഗസ്റ്റിൻ പറയുന്നു. നമുക്ക് ദൈവം സ്വതന്ത്ര ചിന്ത തന്നിരിക്കുന്നു. അത് നമുക്ക് എപ്രകാരം നമ്മൾ ഉപയോഗിക്കാനുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. നമുക്ക് സ്വാതന്ത്ര്യം ഉപയോഗിക്കാനും ദുരുപയോഗം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. അത് ദൈവസ്നേഹത്തിന്റെ പ്രകൃതമാകുന്നു, അത് ദൈവത്തിന്റെ സ്വഭാവമാകുന്നു. ആ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുക വഴിയായിട്ട് ഞാൻ നിത്യനാശത്തിലേക്ക് നിബന്ധിച്ചേക്കാം. എന്നാൽ എന്നെ നിബന്ധിക്കാതെ എന്റെ സ്വാതന്ത്ര്യത്തിന് ദൈവത്തിന് കടിഞ്ഞാൻ ഇട്ടകൂടായിരുന്നോ? ഞാൻ നശിച്ചു പോകാതെ. അപ്പോൾ എന്നെ സ്വതന്ത്രനായിട്ട് ദൈവം സൃഷ്ടിച്ചു എന്ന് പറയാൻ പറ്റില്ല. എന്നെ പേഴ്സണായിട്ട് ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം പേഴ്സൺ ആകുന്നു, പേഴ്സൺസ് ആയിട്ട് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ്. പേഴ്സൺ എന്നതിന്റെ നിർവചനത്തിന്റെ അർത്ഥം ഫ്രീ വിൽ ആൻഡ് നോളജ് എന്നുള്ളതാണ്. ഫ്രീഡം ആൻഡ് നോളജ്. ദൈവം പേഴ്സൺ ആയിരിക്കുന്ന പോലെ നമ്മളും പേഴ്സൺസ് ആണ്. അതാണ് നമ്മളിലെ ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും. അതുകൊണ്ട് എന്റെ ഇച്ഛാശക്തിക്ക് ദൈവം കടിഞ്ഞാണിടുകയല്ല. കടിഞ്ഞാൻ ഇട്ടുകൊണ്ട് എന്നെ രക്ഷിക്കാനല്ല ദൈവം നോക്കും. എനിക്ക് സ്വതന്ത്ര ചിന്ത തന്നുകൊണ്ട് എന്റെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിച്ചുകൊണ്ട് എന്റെ രക്ഷ കാക്ഷിക്കുകയും അതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും ക്രമീകരിക്കുകയും ചെയ്യുകയാണ്. ദൈവം ചുണ്ടുവരെ രക്ഷ കൊണ്ടുവന്ന് തരും. അത് സ്വീകരിക്കുക എന്നുള്ളത്, ഭുജിക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്വമാണ്. വായിലേക്ക് തള്ളിത്തിരിക്കുകയല്ല ദൈവം. അതാണ് പ്രീ ഡെസ്റ്റിനേഷനും ഫ്രീ വില്ലും തമ്മിലുള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവം എല്ലാം പണ്ടേ നിശ്ചയിച്ചു വെച്ചിരിക്കുക, ഞാൻ തെറ്റ് ചെയ്യണമെന്നുള്ളത്. അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ദുരുപയോഗമാണ്. അതാണ് യൂദാസിനെ പറ്റിയുള്ള അധ്യായത്തില് പറഞ്ഞിരിക്കുന്നതിന്റെ മർമ്മം ഇതാണ്. അതിലാണ് അത് സമന്വയിക്കുന്നത് ആ ചർച്ച. ഒറിജിനൽ സിൻ, ആദിപാപത്തിന്റെ കാഴ്ചപ്പാട്, ആദിമാതാപിതാക്കളുടെ പശ്ചാത്തലം വെച്ചുകൊണ്ട് നമ്മൾ ഹ്യൂമൻ മോറൽ റെസ്പോൺസിബിലിറ്റി, നമുക്ക് എല്ലാവർക്കും പാപത്തിലേക്കുള്ള ഒരു ചായ്വ് ഉണ്ട് എന്നുള്ള ആശയമാണ്. ഒറിജിനൽ സിൻ എന്നുള്ള കാഴ്ചപ്പാട് കൂടുതലും സെയിന്റ് അഗസ്റ്റിനോട് കൂടിയാണ് ക്രിസ്തീയ ദൈവശാസ്ത്രത്തിൽ കടന്നു വരുന്നത്. അത് സെയിന്റ് തോമസ് അക്വീനാസിലും അദ്ദേഹം സ്വാധീനിക്കുകയുണ്ടായി. ഈ ബിബ്ലിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ലൈംഗികമായ ആസക്തികളിൽ ആ അഭിവാഞ്ച നമ്മളിൽ ഉണ്ട്, അമിതമായ അഭിവാഞ്ച നമ്മളിൽ ഉണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ തന്നെ ജീവിത പശ്ചാത്തലത്തിൽ നിന്നായിരിക്കാം അദ്ദേഹം ആ നിഗമനങ്ങളിൽ എത്തുന്നത്. സിറ്റി ഓഫ് ഗോഡിന്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിന്റെ സ്വാധീനങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ട്രൂത്ത്, പ്രീ ഡെസ്റ്റിനേഷൻ, ഫ്രീഡം, പേഴ്സൺഹുഡ്, സിറ്റി ഓഫ് ഗോഡ്, റാഷണാലിറ്റി ആൻഡ് റീസണിങ്, ഇതൊക്കെയാണ് സെയിന്റ് അഗസ്റ്റിന്റെ ഫിലോസോഫിക്കൽ കോൺട്രിബ്യൂഷൻസ് ടു തിയോളജി എന്ന് വേണമെങ്കിൽ പറയാം. ഈ കോൺടക്സ്റ്റിൽ പ്രത്യേകമായിട്ട് പരിഗണിക്കേണ്ട ഒരു ചിന്തകനുള്ളത് വിശുദ്ധ ആൻസ്ലേമാണ് കാൻറ്റർബറിയിൽ. അദ്ദേഹത്തിന്റെ ജീവചരിത്രമൊക്കെ വിശദമായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാമല്ലോ. അദ്ദേഹത്തെ പറ്റി പ്രത്യേകമായിട്ടും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരൊറ്റ കോൺസെപ്റ്റ് ഉണ്ട്, അത് ഞാൻ നിങ്ങളോട് പറയാം. അത് ഒണ്ടോളജിക്കൽ ആർഗ്യുമെന്റ് ഫോർ ഗോഡ്സ് എക്സിസ്റ്റൻസ് എന്നുള്ളതാണ്. ആൻസ്ലേംസ് വെരി ഫേമസ് ഒണ്ടോളജിക്കൽ ആർഗ്യുമെന്റ് ഫോർ ഗോഡ്സ് എക്സിസ്റ്റൻസ്. ഒണ്ടോളജിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നോ,
നിഷേധിക്കാനാവാത്ത, ആർക്കും റെഫ്യൂട്ട് ചെയ്യാനാവാത്ത സത്താപരമായിട്ടുള്ള ബീയിങ്ങിന്റെ ലെവലിലുള്ള ഒരു വാദം എന്നുള്ളതാണ് ഇതിനെപ്പറ്റി പറയുന്നത്. വളരെ മൗലികമായിട്ടുള്ള മെറ്റഫിസിക്കൽ ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ്. അതാണ് ഒണ്ടോളജിക്കൽ ആർഗ്യുമെന്റ് ഫോർ ഗോഡ്സ് എക്സിസ്റ്റൻസ്. എന്ത് ആർഗ്യുമെന്റ് ആണ് ആൻസറേയും കൊണ്ടുവന്നത്? ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ്: ദൈവം എന്ന് പറയുന്ന സംജ്ഞ നമുക്ക് ചിന്തിക്കാനും നിർവചിക്കാനും ഒക്കെ സാധിക്കുന്നതിലെ ഏറ്റവും പരമമായിട്ടുള്ള ഒരു സത്തയാകുന്നു, ഒരു അസ്തിത്വമാകുന്നു. ദൈവാസ്തിത്വം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കാവുന്ന ഏറ്റവും പരമവും ഉന്നതവുമായ ഒരു അസ്തിത്വമാകുന്നു. ഏറ്റവും പരമവും ഉന്നതവുമായ ഒരു അസ്തിത്വം നിലനിൽക്കുന്ന ഒരു അസ്തിത്വമായിരിക്കണം. അല്ലാത്ത പക്ഷം ആ അസ്തിത്വത്തെ നമുക്ക് യാഥാർത്ഥ്യമായിട്ട് കാണാൻ സാധിക്കുകയില്ല. അത് പരമവും ഉന്നതവുമായിരിക്കില്ല. പരമവും ഉന്നതവുമായ യാഥാർത്ഥ്യത്തെ പറ്റി നമുക്ക് നിലനിൽപ്പും കൂടെ പറയാൻ പറ്റുന്നില്ല എങ്കിൽ അത് പരമവും യാഥാർത്ഥ്യവും ആകില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം. എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്റെ കയ്യിൽ ഇപ്പൊ ഈ വാച്ച് ഉണ്ട് അല്ലേ? ഈ വാച്ച് കറുപ്പാണ്, ഇതിനൊരു സ്ട്രാപ്പ് ഉണ്ട്, ഇതിന് കീ ഉണ്ട്, ഇതിന് ചെയിൻ ഉണ്ട് എന്നെല്ലാം ഞാൻ പറയുകയാണ്. ഇതിനിവിടെ ഡയൽ ഉണ്ട്, ഓക്കെ എന്നെല്ലാം ഞാൻ പറയുക. ഇതിന്റെ ആട്രിബ്യൂട്ട്സ് എല്ലാം ഞാൻ ഇതിനെപ്പറ്റി പറയുന്നു. ഇതെല്ലാം ഞാൻ ഇതിനെപ്പറ്റി പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ വാച്ച് ഇതിപ്പോ എന്റെ കയ്യിൽ ഒരു ഫിസിക്കൽ റിയാലിറ്റി ആയിട്ട് ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടല്ലേ. അതുകൊണ്ട് ഈ വാച്ചിന്റെ എക്സിസ്റ്റൻസിനെ പ്രീസപ്പോസ് ചെയ്തുകൊണ്ടാണ് ഈ വാച്ചിന്റെ ആട്രിബ്യൂട്ട്സ് ഒക്കെ ഞാൻ ഈ വാച്ചിനെ പറ്റി പറയുന്നത്. അതുകൊണ്ട് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് എസെൻഷ്യലി ഈ വാച്ചിനെ പറ്റിയുള്ള മറ്റ് ആട്രിബ്യൂട്ട്സിനെല്ലാം പ്രീസപ്പോസ് ചെയ്യുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ടാണ് ഈ വാച്ചിനെ പറ്റി നമുക്ക് പറയാൻ സാധിക്കുക. എന്ന് പറഞ്ഞതുപോലെ ദൈവത്തെ പറ്റി നമുക്ക് പലതും പറയേണ്ടി വരുന്നു. ഇങ്ങനെ ഒരു റിയാലിറ്റി ഉണ്ടാവണം, അങ്ങനെ വേണം. അങ്ങനെ ഒരു റിയാലിറ്റി നമുക്ക് പറയേണ്ടി വരുന്നുവെങ്കിൽ അത് അതിനാൽ തന്നെ നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമായിരിക്കണം എന്നുള്ളതാണ് ആൻസ്ഡേമിന്റെ ഒണ്ടോളജിക്കൽ ആർഗ്യുമെന്റ്. ഓക്കെ, ഇത് ഒരു കാലത്ത് വളരെ ഫേമസ് ആയിരുന്നു. പിന്നീട് അതിനെ വിമർശിച്ചുകൊണ്ട് പല ചിന്തകരും കടന്നു വന്നിട്ടുണ്ട്. അതിന്റെ പരിമിതി ഞാൻ ഈ സ്ലൈഡ്സിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിന്റെ വിമർശനങ്ങളൊക്കെ. ആവശ്യമുള്ളവർക്ക് പിന്നീട് അതേപ്പറ്റി ചിന്തിക്കാം. ഓക്കെ, അത്രയാണ് സെയിന്റ് ആൻസ്ലേമിനെ പറ്റി നമുക്ക്. അദ്ദേഹം കാൻറ്റർബറിയിലെ ആർച്ച് ബിഷപ്പും കൂടി ആയിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒണ്ടോളജിക്കൽ ആർഗ്യുമെന്റ്. ഓക്കെ, ഇനി നമുക്ക് തോമസ് അക്വിനാസിലേക്ക് നീങ്ങാം. തോമസ് അക്വിനാസിനെ പറ്റി ഞാൻ ഓൾറെഡി പലവരും പറഞ്ഞു കഴിഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ 5 waves ഓഫ് ഗോഡ്സ് എക്സിസ്റ്റൻസും ഗ്രീക്ക് ഫിലോസഫിയുടെ സ്വാധീനവും ഒക്കെ ഞാൻ അല്പം വിശദമായിട്ട് തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു. എന്നാലും സ്ലൈഡിലുള്ളതുപോലെ ഞാൻ അല്പമായിട്ട് പറയാം. ഇറ്റാലിയൻ ഫിലോസഫർ ആൻഡ് തിയോളജൻ, വലിയ വിശുദ്ധനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ പറ്റി എനിക്ക് ഏറ്റവും അധികം ബഹുമാനം തോന്നുന്നത് നോൺ നിസിത്തെ ദോമിനെ, തലശ്ശേരി പാമ്പ്ളാനി പിതാവിന്റെ ആപ്തവാക്യവും കൂടിയാണല്ലോ അല്ലെ, ദൈവമേ നീ മാത്രം എന്ന് പറയുന്നത്. എന്താണെന്നോ, എന്താണത്? മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം സുമ്മാ തിയോളജിക്ക് എഴുതിയത് മുഴുവൻ ദൈവശാസ്ത്ര പാരാവാരമാണ്. തലനാരിഴ കീറി ക്രിസ്തീയ ദൈവശാസ്ത്രത്തിന് യുക്തിഭദ്രമായ വാദഗതികൾ നിരത്തിയ മനുഷ്യനാ. പക്ഷെ എന്നിരുന്നാലും മിസ്റ്റിക്കൽ എക്സ്പീരിയൻസിന്റെ നിമിഷത്തിൽ ഉത്കൃഷ്ടമായ ദൈവാനുഭവം വന്ന് കീഴടക്കിയപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ എഴുതിയതിലെല്ലാം ഒരു കച്ചിത്തുരുമ്പിന്റെ വില പോലും ഇല്ല എന്നുള്ളത്. ദൈവാനുഭവത്തിൽ അദ്ദേഹത്തിന് തോന്നുകയാണ്. അതിനേക്കാൾ ഉത്കൃഷ്ടമായ അനുഭവം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. ദൈവമേ നീ അല്ലാതെ ഒന്നുമില്ല, നോൺ നിസിതെ ദോമിനെ എന്നുള്ള പ്രസ്താവന അദ്ദേഹത്തിന്റെ. ഓക്കെ, വളരെ 55-ാം വയസ്സിൽ അങ്ങോട്ട് അദ്ദേഹം മരിച്ചുപോയി. പനി പിടിച്ച് മരിച്ചതാകും. ഒരു കൗൺസിലിൽ പങ്കെടുക്കാൻ പോകുന്നവരേക്ക് ഡൊമിനിക്കൻ ഓർഡറിലെ അംഗമായിരുന്നു. അദ്ദേഹത്തിന്റെ ഫിലോസോഫിക്കൽ അക്വിനാസിന്റെ ചിന്തകൾ ഒരു കാലത്ത് സഭയ്ക്ക് സ്വീകാര്യമല്ലായിരുന്നു കേട്ടോ. അദ്ദേഹത്തെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാണെന്ന് മനസ്സിലാക്കണം. പിന്നീടാണ് അദ്ദേഹത്തിന്റെ ചിന്തകളുടെ പ്രാധാന്യവും മൗലികതയൊക്കെ തിരിച്ചറിഞ്ഞ് പിന്നീട് വന്ന് സഭാ അധികാരികൾ അദ്ദേഹത്തെ വിശുദ്ധനാക്കുകയാണ് ചെയ്തത്. അക്വിനാസിന്റെ സുമ്മാ തിയോളജിക്ക, ദൈവശാസ്ത്ര സംഗ്രഹം എന്നുള്ള ഒരു അനേകം വോള്യങ്ങളുള്ള കൃതിയാണ്. ഇതൊരു പേനയാകുന്നു എന്നുള്ള ഒറ്റ പ്രസ്താവനയെ തലനാരിഴ കയറി പരിശോധിച്ച് അരിസ്റ്റോട്ടലിന്റെ ചൂട് പിടിച്ചുകൊണ്ട് മാറ്റർ ആൻഡ് പൊട്ടൻസി, ആക്ട് ആൻഡ് പൊട്ടൻസി, മാറ്റർ ആൻഡ് ഫോം, ഇതെല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ദൈവമുണ്ടെന്നും ദൈവം സ്നേഹമാകുന്നുവെന്നും ദൈവം ത്രൈത്വമാകുന്നുവെന്നും ദൈവം സിമ്പിൾ ആണെന്നും വിശുദ്ധ കുർബാനയിൽ ശരീരരക്തങ്ങൾ അപ്പോപിഞ്ഞും തിരുശരീര രക്തങ്ങളായി മാറാൻ സാധിക്കുമെന്നും ഒക്കെയുള്ള വാദഗതികള് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. ദ ഹെയർ സ്പ്ലിറ്റിംഗ് ഇന്റലക്ച്വൽ ജിംനാസ്റ്റിക്സ് ഓഫ് ദ ഹ്യൂമൻ ബ്രെയിൻ എന്ന് വേണമെങ്കിൽ, ദ സ്പെക്കുലേറ്റീവ് ജിംനാസ്റ്റിക്സ് ഓഫ് ദ ഹ്യൂമൻ ഇന്റലിജൻസ് എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിന്റെ സുമ്മാ തിയോളജിയെ പറ്റി. വലിയൊരു ഗോത്തിക് കത്തീഡ്രലിലേക്ക് പ്രവേശിക്കുന്ന അനുഭവം ആ സുമ്മാ തിയോളജിക്കൊക്കെ എടുത്ത് വായിക്കാൻ തുടങ്ങിയാൽ ബീഡ് ഗ്രിഫിസ് അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്.
വർണ്ണ സബളിമയാർന്ന പെയിന്റിങ്ങുകൾ കൊണ്ടും ചാപ്പലുകൾ കൊണ്ടും ഉപചാപ്പലുകൾ കൊണ്ടും വളരെ ഗംഭീരമാണല്ലോ ഗോത്തിക് കത്തീഡ്രലുകൾ, അല്ലെ? അതുപോലെ സുമ്മാ തിയോളജിക്കയുടെ ഏടുകൾ എന്നുള്ളതാണ് അദ്ദേഹം രചിച്ചതിന്റെയൊക്കെ. ഓക്കെ, അത് മനസ്സിലായി. അദ്ദേഹത്തിന്റെ 5 പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഗോഡ്, ദൈവം ഉണ്ടെന്നുള്ളതിന് അദ്ദേഹം 5 വേസ് പറയുന്നുണ്ട്. പ്രൂഫ്സ് എന്നുള്ളതിനേക്കാൾ ഒരു 5 വേസ് ഓഫ് ആർ ഗിവിംഗ് ഗോഡ്സ് എക്സിസ്റ്റൻസ് ആ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ മലയാളം പുസ്തകത്തില്. ഇതാണ് എന്താണ് അത് പിന്നാലെ വരുന്നുണ്ട്, അല്ലേ? ഓക്കെ, ഇത് 5 elements about 5 ways to prove God's existence. എന്താണ്? അൺമൂവ്ഡ് മൂവർ, പ്രപഞ്ചത്തിലുള്ള എല്ലാം ചലിക്കുന്നുണ്ട്. എല്ലാം ചലിക്കുന്നതിന് കാരണമായിട്ട് ഒരു ചാലകൻ ഉണ്ടായിരിക്കണം. ആരെങ്കിലും പിടിച്ച് തള്ളിയാലല്ലേ ഞാൻ ചലിക്കുള്ളൂ, അല്ലെ ബോളിനിട്ടൊരു കിക്ക് കൊടുത്താലല്ലേ ഉള്ളത് അരങ്ങുള്ളൂ എന്ന് പറഞ്ഞതുപോലെ, അപ്പോൾ ഈ പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്ന ആരാലും ചലിപ്പിക്കപ്പെടാത്ത ഒരു അൺമൂവ്ഡ് മൂവർ ഉണ്ടാവണം. ആ ആർഗ്യുമെന്റ് യുക്തിപരമാണ്, അതാണ്. പിന്നെ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും ഒരു കോസ് ഉണ്ട്, നമ്മുടെ ടേബിളിന്റെ കാര്യം പറഞ്ഞതുപോലെ. എന്ന് പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചം മുഴുവനും ഒരു ഫസ്റ്റ് കോസ് ഉണ്ടായിരിക്കണം, അൺകോസ്ഡ് കോസ് ഉണ്ടായിരിക്കണം. അതാണ് രണ്ടാമത്തെ വേ എന്ന് പറയുന്നത്. കണ്ടിൻജൻസി എന്നുള്ള ആർഗ്യുമെന്റ് ആണ് മൂന്നാമത്തെ. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വേറൊന്നിനെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. പ്രപഞ്ചത്തിലുള്ള എല്ലാ ഫൈനൈറ്റ് ബീയിങ്സും അവയെല്ലാം ലിമിറ്റഡ് ആണ്. നമുക്കെല്ലാം ആരംഭവും അവസാനവും ഇല്ലേ? ആരെങ്കിലും ഉണ്ടാക്കിയാലല്ലേ ഒന്നുണ്ടാവുകയുള്ളൂ, ഒന്ന് മാറ്റിവെച്ചാലല്ലേ അത് ഇവിടുന്ന് അങ്ങോട്ട് മാറുകയുള്ളൂ. അമ്മ കുഞ്ഞിന് പാല് കൊടുത്താലല്ലേ കുഞ്ഞ് വളരുകയുള്ളൂ. എവറിത്തിങ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ അതർ. അതാണ് കണ്ടിൻജൻസി എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്നാല് കണ്ടിൻജന്റ് ആയിട്ടുള്ള എല്ലാം ആത്യന്തികമായിട്ട് കണ്ടിൻജന്റ് ആയിട്ടുള്ളവയ്ക്ക് തന്നെ കണ്ടിൻജന്റ് ആയിട്ടുള്ളവയ്ക്ക് ജന്മം നൽകാൻ സാധിക്കുകയില്ല. പരസ്പരം ആശ്രയിക്കുന്നവയെ ജനിപ്പിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള നെസസറി ആയിട്ടുള്ള ഒരു ബീയിങ് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരിക്കണം. അതാണ് ഗോഡ്. ഗോഡ് ഈസ് എ നെസസറി ബീയിങ് എന്നുള്ളതാണ് ആർഗ്യുമെന്റ് ഫ്രം കണ്ടിൻജൻസിയിൽ എന്നുള്ള വാദം. പിന്നെ ഡിഗ്രി ഓഫ് പെർഫെക്ഷൻ, നാലാമത്തെ വേ ഓഫ് പ്രൂവിങ് ഗോഡ്സ് എക്സിസ്റ്റൻസ്. നമുക്കെല്ലാവർക്കും പരിമിതമായ അളവില് പല കഴിവുകളും ഉണ്ടല്ലേ, അല്ലെ? പെർഫെക്ഷൻസ് പല രീതിയിൽ, സൗന്ദര്യം, ബ്യൂട്ടി, ഓർഡർ, ഇതെല്ലാം പ്രപഞ്ചത്തിൽ കാണുന്നുണ്ട്, അല്ലേ? എന്നാൽ ഇതിനെല്ലാം ഹയസ്റ്റ് ഡിഗ്രി ഉള്ള ഒരു ബീയിങ് ഉണ്ടായിരിക്കണം. ഈ ഇംപെർഫെക്ഷനും മുഴുവനും കടന്നു വരും. ഇംപെർഫെക്റ്റ് ആയിട്ടുള്ളവയ്ക്ക് എല്ലാത്തിനും ഉറവിടമായിട്ട് ഒരു പെർഫെക്റ്റ് ബീയിങ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആർഗ്യുമെന്റ് ഫ്രം ഡിഗ്രി എന്ന് പറയുന്നത്. ഫൈനൽ വേ ഈസ് ഫ്രം ഡിസൈൻ. പ്രപഞ്ചത്തിലുള്ള എല്ലാം ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു. പിന്നീട് കോസ്മോളജി എല്ലാം നമുക്ക് ഈ സെഷനിലല്ല, പിന്നീട് സയൻസ് എല്ലാം ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് കാണാം. പ്രപഞ്ചം ഈസ് ഫൈൻ ട്യൂൺഡ്. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം അല്പം കൂടുകയോ കുറയോ ചെയ്തിരുന്നാൽ ലൈഫ് ഉണ്ടാകില്ലായിരുന്നു. ദൂരം കൂടിപ്പോയാൽ വെള്ളം മുഴുവൻ ഐസായിട്ട് പോകും, ദൂരം കുറഞ്ഞു പോയാൽ വെള്ളം മുഴുവൻ നീരാവിയായിട്ട് പോകും, ലൈഫേ ഉണ്ടാവില്ല. അങ്ങനെ 1500-ലധികം ദൃഷ്ടാന്തങ്ങൾ ശാസ്ത്രത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പ്രപഞ്ചം ഫൈൻ ട്യൂൺഡ്, സോ ഇന്റലിജന്റ്ലി ഡിസൈൻഡ്. കോസ്മിക് കോയിൻസിഡൻസസ് എന്നൊക്കെ പറയും. അത് നമ്മളിൽ മാത്രമല്ല, മനുഷ്യരിൽ തന്നെ, നമ്മുടെ ഈ ശരീരത്തിന് എത്ര ഭംഗിയായിട്ട്, ഇതിലും ഭംഗിയായിട്ട് നമ്മുടെ ശരീരത്തെ ഡിസൈൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ റോബോട്ടുകളെ ഉണ്ടാക്കുന്നതെല്ലാം ഹ്യൂമനോയിഡ് റോബോട്ടുകളായിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ടാണ്? ഹ്യൂമൻ ഓർഗാനിസം ഇസ് ദ പെർഫെക്റ്റ് മേക്കപ്പ് ഓഫ് നേച്ചർ, പെർഫെക്റ്റ് ഡിസൈൻ. അതുകൊണ്ട് ഇതിനൊരു പ്രപഞ്ചത്തിനാകമാനം ഒരു ഡിസൈനർ ഉണ്ടാകണമെന്ന് പറഞ്ഞു. നമ്മൾ തെയിൽസിനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, ലോസ് ഓഫ് നേച്ചറിലേക്ക് മാറിയെന്ന് അദ്ദേഹം. ദൈവത്തിന്റെ കുട്ടിക്കളികളിൽ നിന്ന്, കുട്ടികളിൽ നിന്ന് നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന പ്രപഞ്ചം എന്ന് പറഞ്ഞതുപോലെ തന്നെ എന്താണ് ലോസ് ഓഫ് നേച്ചറിന്റെ ഉടയവൻ ദൈവമാകുന്ന ഡിസൈനർ ഗോഡ് എന്നുള്ള ആശയം. ക്രൈസ്റ്റ് ഈസ് ബോത്ത് ഡിവൈൻ ആൻഡ് ഹ്യൂമൻ, and this is maintained in incarnation also. Human existence is ultimate. God is eternal fellowship with the God. Beatific vision, മരണശേഷം നമ്മളെല്ലാം ദൈവത്തെ തിരുമുഖ ദർശനം കണ്ട് ആനന്ദിക്കാനുള്ളവരാണെന്നുള്ള കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ മോറൽ ലൈഫിന്റെ പ്രാധാന്യം, ഇവയൊക്കെയാണ് തോമസ് അക്വീനാസ് കൂട്ടർ പറഞ്ഞത് കേട്ടോ. അപ്പൊ അത്രയുമാണ് ചുരുക്കമായിട്ട് നമുക്ക് സ്കോളാസ്റ്റിക് ഫിലോസഫിയെ പറ്റി പറയാവുന്ന. തോമസ് അക്വീനാസ്, സെയിന്റ് അഗസ്റ്റിൻ, അക്വീനാസ്, ഇവരുടെ ചിന്താഗതികൾ. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വിക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ഇനി നമുക്ക് 20 മിനിറ്റ് സമയമുണ്ട്.
ഞാൻ ഈ സമയത്ത് ശേഷിക്കുന്ന സമയത്ത് ഞാൻ ഇതുവരെ നമ്മൾ 6 അധ്യായം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി സോറി, ഇംഗ്ലീഷ് പുസ്തകം മലയാളം. ചില ഫ്രാൻസിസ്കൻ ചിന്തകന്മാരെ പറ്റിയുള്ള ആശയങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ പുസ്തകത്തിന്റെ തന്നെ ചൂട് പിടിച്ചുകൊണ്ട് പറയുകയാണ്. ഞാൻ അതിന്റെ BPT തയ്യാറാക്കിയിട്ടില്ല. ഏതാണ് പ്രത്യേകിച്ച് ഇത് നോക്കുക, 94-ാമത്തെ പേജിലെ 8-ാമത്തെ അധ്യായത്തില് വില്യം ഓക്കാം അദ്ദേഹത്തിന്റെ ആ 95-ാമത്തെ പേജിലെ ലാസ്റ്റ് പാരഗ്രാഫിൽ കൊടുത്തിരുന്നത് ഒക്കാംസ് റേസർ എന്നുള്ളതാണ് ഒക്കാമിന്റെ യുണീക്ക് കോൺട്രിബ്യൂഷൻ. നമ്മൾ റേസർ കൊണ്ട് എന്താ ചെയ്യുന്നത്? ഷേവ് ചെയ്യാനല്ല ഉപയോഗിക്കുന്നത് അല്ലെ? ആവശ്യമില്ലാത്തതൊക്കെ വടിച്ചു നീക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ ഏതൊരു ചിന്താ പദ്ധതിയിൽ നിന്നും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിച്ചു മാറ്റിയിട്ട് ആവശ്യമായിട്ടുള്ളവ മാത്രം എടുക്കുക എന്നുള്ളതാണ്. ആവശ്യമില്ലാതെ യാതൊന്നും പെരുപ്പിക്കരുത്, അതാണ് അദ്ദേഹത്തിന്റെ ചിന്ത എന്ന് പറയുന്നത്. റേസർ കൊണ്ട് നമ്മൾ വെയ്ജ് ഔട്ട് ചെയ്യുന്നത് പോലെ അനാവശ്യമായിട്ടുള്ളവ എല്ലാത്തിനെയും വീഡ് ഔട്ട് ചെയ്യുക എന്നുള്ള ചിന്താഗതിയാണ്. അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, പ്രത്യേകിച്ച് ദൈവശാസ്ത്രത്തിലേക്കൊക്കെ കൊണ്ടുവരുമ്പോൾ. നമ്മുടെ നാട്ടിൽ ലിറ്റർജിക്കൽ ക്രൈസിസിന്റെ വിശകലനത്തില് ഒക്കാംസ് റേസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന് പ്രധാനപ്പെട്ടത് ഏതാണ്, അപ്രധാനമായത് ഏതാണെന്നുള്ളതിനെ പറ്റി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അപ്പൊ ഏത് വിഷയത്തെ അനലൈസ് ചെയ്യുന്നതിലും ഒക്കാംസ് റേസർ പലരും ഉപയോഗിക്കാറുണ്ട്. അതാണ് ഒക്കാംസ് റേസറിന്റെ എപ്പിസ്റ്റമോളജിക്കൽ പ്രാധാന്യം എന്നുള്ളത് അറിയില്ല. അതുകൊണ്ടാണ് മനുഷ്യബുദ്ധിക്ക്, മനുഷ്യാത്മാവിന്റെ നിത്യതയോ ദൈവത്തിന്റെ ഏകത്വമോ അനന്തതയോ തെളിയിക്കാൻ മനുഷ്യബുദ്ധിക്ക് കഴിവില്ല എന്ന് ഒക്കാം വാദിച്ചു. അതുകൊണ്ട് തന്നെ ഒക്കാമിന്റെ ചിന്തയെ ഒരു പരിധിവരെ സ്കെപ്റ്റിസിസം ആയിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് അറിയാൻ സാധിക്കില്ല, ശരിയോ തെറ്റോ അറിയാൻ സാധിക്കില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടിനെയാണ് സ്കെപ്റ്റിസിസം എന്ന് പറയുന്നത്. അതുകൊണ്ട് വെളിപാടിലൂടെ മാത്രമേ നമുക്ക് പരമസത്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. പിന്നെ യൂണിവേഴ്സൽ, കോൺട്രവേഴ്സി ഓഫ് ദ യൂണിവേഴ്സൽ ഒക്കെയാണ്. അതെല്ലാം വിശദീകരിക്കാൻ നമുക്ക് നേരമില്ല. നമുക്ക് എങ്ങനെയാണ് അബ്സ്ട്രാക്ട് ആശയങ്ങൾ ഉണ്ടാകുന്നത്, അവ ഒബ്ജക്റ്റീവായിട്ട് നിലനിൽക്കുന്നു എന്ന് പറയുന്നതാണ്. എന്റെ ബാറ്ററി തീരാറായിരുന്നു, ഞാൻ പവർ ഓൺ ആക്കട്ടെ. ഓക്കെ. പിന്നീട് വരുന്നത് ബൊനവന്തൂര, വിശുദ്ധ ബൊനവന്തൂര. അദ്ദേഹത്തിന് കർദിനാൾ തൊപ്പി കൊടുത്തപ്പം കർദിനാൾ ആ തൊപ്പി ആ മരച്ചോട്ടിൽ തൂക്കിയിട്ടേക്കാനാ പറഞ്ഞെന്നാ പറഞ്ഞത്. അദ്ദേഹം തോട്ടത്തിൽ പണിയെടുത്തോണ്ടിരിക്കുവാനും പോയത് അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ. അത്രമാത്രം അധികാരത്തോടെ വിരക്തി പുലർത്തിയ ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ദൈവത്തിലേക്ക് 3 വഴികൾ അദ്ദേഹം പറയുന്നു. ഒന്ന് തത്വചിന്തയുടെ വഴി, അതായത് അചേതന വസ്തുക്കളെല്ലാം, നോൺ ലിവിങ് ബീയിങ്സ്, അവയിലെല്ലാം ദൈവത്തിന്റെ കാൽപ്പാടുണ്ടെന്നുള്ളതാണ് ബൊനവന്തൂരയുടെ ആശയം. പിന്നെ ബുദ്ധിയുള്ള ജീവികളായ മനുഷ്യര് നമ്മുടെ ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും പേറുന്നവരാകും. പിന്നെ മൂന്നാമതായിട്ട് ഉണ്മ, ബീയിങ്, മൗലികമായിട്ടുള്ള സത്തയെ പറ്റിയുള്ള വിചിന്തനം നമ്മളെ ദൈവത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളത്. അപ്പൊ ബൊനവന്തൂരയുടെ ചിന്തയുടെ സമ്മറി 98-ാമത്തെ പേജില് ഡൺസ് കോട്ടസിന് മുകളിലുള്ള പാരഗ്രാഫിൽ കൊടുത്തത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ. ഓക്കെ. പിന്നീട് വരുന്നത് ഡൺസ് കോട്ടസ് ആണ്. ഡൺസ് കോട്ടസ് പലപ്പോഴും തോമസ് അക്വിനാസിന്റെ ആശയങ്ങളിൽ നിന്ന് വിഭിന്നമായ നിലപാടുകൾ എടുത്തിരുന്ന ആളായിരുന്നതാണ്. അതുകൊണ്ട് രൂപരഹിതമായ ഒരു ആദ്യ പദാർത്ഥമുണ്ടെന്നും സൃഷ്ടിയിലെ സകല പരിണാമങ്ങളും കാരണം ഈ പദാർത്ഥമാണെന്ന് സ്കോട്ടസ് വാദിച്ചു. തോമസ് അക്വിനാസും കൂട്ടരും എന്താ പറഞ്ഞത്? എല്ലാം ശൂന്യതയിൽ നിന്നുണ്ടായി വന്നു എന്നുള്ളതായിരുന്നു സൃഷ്ടിയെ പറ്റിയുള്ള അവരുടെ കാഴ്ചപ്പാട്. എന്നാൽ ഡൺസ് കോട്ടസിന്റെ കാഴ്ചപ്പാട് പ്ലേറ്റോണിക് തിങ്കർ ആയിരുന്നു ഡൺസ് കോട്ടസ്. അദ്ദേഹം എന്താ ചെയ്തത്? പ്ലേറ്റോ പറഞ്ഞതുപോലെ രൂപരഹിതമായ ഒരു പദാർത്ഥം ആദിയിൽ ഇറ്റേണൽ ആയിട്ടുണ്ടായിരുന്നു, അതിൽ നിന്നുണ്ടായി എന്നുള്ള. അവിടെയാണ് അദ്ദേഹം തോമസ് അക്വിനാസിൽ നിന്ന് വിഭിന്നമായ നിലപാട് സ്വീകരിച്ചത്. ചിലപ്പോഴൊക്കെ ദൈവത്തെയും സൃഷ്ടവസ്തുക്കളെയും സമാന വിശേഷണത്തിൽ സൂചിപ്പിക്കാനാവുമെന്ന് സ്കോട്ടസ് പറയുന്നുണ്ട്. അതായത് അവിടെ ഉപയോഗിക്കുന്ന ടെർമിനോളജികള് അനലോജിക്കൽ ആൻഡ് യൂണിവോക്കൽ എന്നുള്ളതാണ്. തോമസ് അക്വിനാസ് പറയുന്നു ദൈവത്തെ നമുക്ക് ഒരിക്കലും മനുഷ്യരെ പറ്റി പറയാൻ ഉപയോഗിക്കുന്ന ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ പറ്റി പറയാൻ പറ്റില്ല എന്നുള്ളത്. ഉദാഹരണം, മനുഷ്യർ നല്ലവരാണ്, അയാൾ നല്ലവരാണ്, ഇവന് കൂടുതൽ നന്മയുണ്ട് എന്ന് പറയുന്നത് പോലെ അല്ല നമ്മൾ ദൈവത്തിന്റെ നന്മയെ പറ്റി പറയുന്നത്. നിങ്ങളുടെ സ്വർഗീയ പിതാവ് പൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും പൂർണ്ണനായിരിക്കുന്ന ഈശോ പറയുമ്പോൾ പിതാവിന്റെ പൂർണ്ണതയല്ല നമ്മളുടെ പൂർണ്ണത എന്ന് പറയുന്നത്. അത് തമ്മിൽ വ്യത്യാസമുണ്ടെന്നാണ് തോമസ് അക്വിനാസ് പറയുന്നത്. എന്നാൽ ഡൺസ് കോട്ടസ് പറയുന്നു വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും പൂർണ്ണതയിൽ പല അംശങ്ങളിലും സാമ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് എക്വിവോക്കൽ, യൂണിവോക്കൽ ആയിട്ട് നമുക്ക് പദങ്ങളെ ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ള ആശയവുമായിട്ട് ഡൺസ് കോട്ടസ് കടന്നു വരുന്നു. പിന്നെ ദൈവാസ്തിത്വത്തെ നമുക്ക് ആ പോസ്റ്റീരിയോരായി മാത്രമേ തെളിയിക്കാൻ ആവുകയുള്ളൂ പോലും
എന്ന് പറഞ്ഞാൽ അനുഭവത്തിൽ എക്സ്പീരിയൻസിന് ശേഷം മാത്രമേ, വെറും യുക്തിചിന്ത കൊണ്ട് പറ്റുകയില്ല, ദൈവത്തെ അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ ദൈവാസ്തിത്വത്തെ തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഡൺസ് സ്കോട്ടസിന്റെ വാദഗതി. പിന്നെ മാതാവിന്റെ അമലോത്ഭവത്തിന് ശക്തമായ വാദഗതികൾ നിരത്തിയ ആളാണ് ഡൺസ് സ്കോട്ടസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് മാതാവിന്റെ അമലോത്ഭവം 1854 9-ാം പിയൂസ് മാർപ്പാപ്പ വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുമ്പോൾ ഡൺസ് സ്കോട്ടസിന്റെ പഠനങ്ങൾ പലതും മാർപ്പാപ്പ അതിനകത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ ഡൺസ് സ്കോട്ടസ്, ബൊനവന്തൂര ആൻഡ് വില്യം ഓഫ് ഓക്കാം, ഈ ഫ്രാൻസിസ്കൻ റിലീജിയസ് സ്കോളേഴ്സിന്റെ ചിന്തകളും കൂടെ ആ ചുരുക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഒക്കാംസിന്റെ കാഴ്ചപ്പാട്, ഒക്കാംസ് റേസർ, ഡൺസ് സ്കോട്ടസിന്റേത് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വിത്ത് തോമസ് അക്വിനസ് ഇൻ ടൈംസ് ഓഫ് അനാലഗസ് ആൻഡ് എക്വോക്കൽ, also in terms of matter and form and creation and a posterior God experience. And as for Bonaventure, basically the three ways to where God's presence is present in different degrees in non-living beings, in human beings, as well as in reflecting over the ultimate being. ഇനി 9-ാമത്തെ അധ്യായത്തില് ആധുനിക താത്വിക സരണികളെ പറ്റിയുള്ള ഒരു ചുരുക്ക പദമാണ്. ഒരുപക്ഷെ അതിലേക്ക് പോകുന്നതിന് മുമ്പ് അത് കൂടുതൽ സിദ്ധാന്തങ്ങൾ എന്നതിനേക്കാൾ ഉപരി അവയെല്ലാം തന്നെ ടേമുകളാണ്. ആ പദത്തെ പറ്റി മനസ്സിലാക്കിയാൽ തന്നെ ആ ടേമിന്റെ അർത്ഥം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അത് പറ്റിയ സമയമുണ്ടെങ്കിൽ ഞാൻ അല്പമായിട്ട് ഓരോന്നിനെ പറ്റി പറയാം. അതിനു മുമ്പ് നമുക്ക് ഈ 10-ാമത്തെ അധ്യായം ഒന്ന് നോക്കാം. ദൈവാസ്തിത്വത്തിനുള്ള വാദഗതികൾ ഉന്നയിച്ചിരിക്കുന്നതാണ്. ദൈവാസ്തിത്വത്തിന് വേണ്ടിയുള്ള ഫിലോസഫേഴ്സ് ഉന്നയിച്ചിരിക്കുന്ന വാദങ്ങൾ പലതും സമ്മറി ആയിട്ട് അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. വായിച്ചാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ. ഞാൻ അതില് 1, 2, 3, 4 വളരെ ലളിതമാണ്. മനസാക്ഷിയിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു. ഒന്നാമത്തേത് സൃഷ്ടപ്രപഞ്ചം മുഴുവനും ദൈവത്തിന്റെ വിജ്ഞാനം പ്രഘോഷിക്കുന്നു എന്നുള്ള റോമൻസ് 1:22 അല്ലെ, 1:18 തോന്നുന്നു. സൃഷ്ടപ്രപഞ്ചത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ആദിയിൽ ദൈവം 2 ഗ്രന്ഥങ്ങൾ വിരചിച്ചിരിക്കുന്നു, വചന ഗ്രന്ഥവും പ്രപഞ്ച ഗ്രന്ഥവും. വചനം നമുക്ക് തരുന്നതിന് മുമ്പേ ദൈവം പ്രപഞ്ചമാകുന്ന ഗ്രന്ഥം നമുക്ക് തന്നുവെന്ന വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു. അത് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലും അതേ ആശയം വരുന്നുണ്ട്. ബൈബിളിൽ മുഴുനീളം കാണുന്ന കാഴ്ചപ്പാടാണ്. പിന്നെ മനസാക്ഷി ദൈവത്തിന്റെ ശബ്ദമാകുന്നു എന്നുള്ള ദൈവാസ്തിത്വത്തെ പറ്റിയുള്ള വാദഗതി 2-ാമത്തേത്. മനുഷ്യന്റെ ആന്തരികതയിൽ നമ്മൾ ഇന്നേറ്റ് ആയിട്ട് നമുക്ക് ദൈവത്തെ അറിയാനുള്ള വാസന ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഓരോ ശിശുവിന്റെയും ഉള്ളിൽ ദൈവത്തെ മനസ്സിലാക്കാനും തിരിച്ചറിയുവാനും ജൈവികമായിട്ട് നമുക്ക് ജീവശാസ്ത്രപരമായിട്ട് തന്നെ ദൈവത്തെ അറിയാനുള്ള ഒരു ആഭിമുഖ്യം ഉണ്ടെന്നുള്ളതാണ് ആ വാദം. അത് ഇന്ന് ആധുനിക ശാസ്ത്രത്തിന്റെ കൂടെ ഉൾക്കാഴ്ചയാണ് ആ കാഴ്ചപ്പാടൊക്കെ. ന്യൂറോ റിലീജിയൻ എന്ന് പറയുന്ന ഒരു തത്വശാസ്ത്ര സരണി തന്നെയുണ്ട്. ഒരുപക്ഷെ അതൊക്കെ വിശദീകരിക്കാൻ സമയം ഉണ്ടായിരുന്നു നമ്മൾ കൂടുതലായിട്ട്. നമ്മൾ സയൻസ് ലെജന്റെ പിന്നെ ഒരു കോഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു, അതിനകത്ത് ഞാനതൊക്കെ വിവരിച്ചു കൊള്ളാം. നമ്മളില് ബയോളജിക്കലി വി ആർ പ്രോഗ്രാംഡ് ആൻഡ് ടു നോ ആൻഡ് ഇന്റർപ്രറ്റ് ഗോഡ്. അതാ ന്യൂറോ റിലീജിയന്റെ ഉൾക്കാഴ്ച. ജനറ്റിക്കലി വി ഹാവ് എൻ ഇന്നേറ്റ് ഐഡിയ. വേറെ ഏതൊരു ടാലന്റും പോലെ മതാത്മകതയും ഈശ്വരീയതയും ഒക്കെ നമ്മളിൽ ജൈവികമായിട്ട് ജനിതകപരമായിട്ട് തന്നെ വിത്തുപാകപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആശയം. 4-ാമത്തേത് അതിസ്വാഭാവികവും യുക്തിയാതീതവുമായ അനേകം അത്ഭുതങ്ങൾ, മിറക്കിൾസ്, പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായ കാര്യങ്ങൾ സംഭവിക്കുന്നു. അത് ദൈവം പ്രകൃതി നിയമങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് നേരിട്ട് ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാവാം. അതും ദൈവാസ്തിത്വത്തിനുള്ള സൂചനയാണെന്നുള്ള വാദം. 5-ാമത്തേത് ബൗദ്ധികവും യുക്തിയധിഷ്ഠിതവുമായവയ്ക്ക് അപ്പുറത്താണ് യാഥാർത്ഥ്യ ജീവിത സത്യങ്ങൾ. അതായത് സ്നേഹം എന്ന മൂല്യത്തെ തന്നെ നമുക്ക് റാഷണൽ ആയിട്ടോ ഇന്റലക്ച്വൽ ആയിട്ടോ പൂർണ്ണമായിട്ടും വിശദീകരിക്കാൻ സാധിക്കുകയില്ല. അതിന്റെ അർത്ഥം എന്താണ്? അബ്സ്ട്രാക്ട് റിയാലിറ്റീസ്, യൂണിവേഴ്സൽ എക്സ്പീരിയൻസുകൾ നമുക്ക് വ്യാഖ്യാനങ്ങൾക്ക് അതീതമായിട്ട് നിലനിൽക്കുന്നു. വൈറ്റ്നെസ്, ഭിത്തി വെള്ളയാന്ന് പറയുമല്ലാതെ വൈറ്റ്നെസ്സിനെ നമുക്ക് തൊട്ടുകൂടാ കാണിക്കാൻ പറ്റുകയില്ല. അവൻ സ്നേഹമുള്ളവനാണെന്ന് പറഞ്ഞ് അവനെ ചൂണ്ടിക്കാണിക്കാനല്ലാതെ അവന്റെ സ്നേഹത്തിന്റെ അളവ് നമുക്ക് കാണിക്കാൻ സാധിക്കുകയില്ല. അവന്റെ സ്നേഹത്തെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റുകയില്ല. സ്നേഹം എന്ന് പറയുന്ന ഒരു ഗുണമായിട്ട് നമ്മളിൽ നിന്നൊക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിലനിൽക്കുന്നതാണ്. എന്താണ് ഇതുപോലെ സ്വതന്ത്രമായിട്ട് നിലനിൽക്കുന്ന അബ്സ്ട്രാക്ട് ക്വാളിറ്റീസിന്റെയും വാല്യൂസിന്റെയും ഒക്കെ അടിസ്ഥാനം? അത് ദൈവം പോലെ ഒരു സനാതന സത്യമായിരിക്കണം എന്നുള്ള വാദഗതി. 6-ാമത്തേത് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ് തോമസ് അക്വിനാസിന്റെ 5 വഴികള്.
ഏഴാമത്തേത് പ്രപഞ്ചത്തിലെ മാറ്റത്തെ ആധാരമാക്കിയുള്ള വാദം. ബീയിങ്, അതായത് ചേഞ്ച് സംഭവിക്കുന്നത്. നേരത്തെ പറഞ്ഞതിന് തന്നെ സംതിങ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആൻഡ് കനോട്ട് കോസ് എനിത്തിങ്. നേരത്തെ തോമസ് അക്വിനാസിന്റെ വാദഗതികൾ തന്നെ അന്തർലീനമായിട്ടുള്ള വാദഗതിയാണ്. അത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മാറ്റത്തിന് ചേഞ്ച് സംഭവിക്കുന്നു. ചേഞ്ച് സംഭവിക്കണമെങ്കിൽ ചേഞ്ച് സംഭവിക്കുന്നതിന് തന്നെ എല്ലാ ചേഞ്ചുകൾക്കും കാരണമാകാൻ പറ്റില്ല. സ്വയം ചേഞ്ചിന് വിധേയമാകുന്ന ഒന്നിന് ബാക്കി എല്ലാത്തിന്റെയും ചേഞ്ചിന് കാരണമാകാൻ പറ്റില്ല യുക്തിപരമായിട്ട്. അതുകൊണ്ട് ഇമ്മ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാകണം, അത് ദൈവമായിരിക്കണം എന്നുള്ള വാദം. പിന്നെ സമയ നശ്വരത ഇവയെ പറ്റിയുള്ള വാദം. അതായത് എല്ലാത്തിനും ഒരു ആരംഭമുണ്ടല്ലോ, ആരംഭമുള്ളതിനൊക്കെ ഒരാരംഭകൻ വേണം. ആ ആരംഭകൻ സമയത്തിൽ തന്നെ ഉള്ളവനാണെങ്കിൽ അവനും ഒരാരംഭകൻ വേണ്ടി വരും. അതുകൊണ്ട് ആരംഭം എടുക്കാത്ത, സമയത്തിൽ ആരംഭം എടുക്കാത്ത എല്ലാത്തിന്റെയും ഒരാരംഭകനായിട്ട് ഒരു റിയാലിറ്റി ഉണ്ടായിരിക്കണം. അതാണ് ദൈവം എന്ന് പറഞ്ഞാൽ അൺകോസ്ഡ് കോസ് ആൻഡ് ഇറ്റേണൽ കോസ് എന്നുള്ള ആശയം. സനാതനമായിട്ടുള്ള സമയത്തിൽ ആരംഭമുള്ളതെല്ലാം ടെമ്പറലാണ്, സമയബദ്ധമാണ്. ദൈവം സമയത്തിൽ ബന്ധിതനല്ല. അതുകൊണ്ടാണ് ദൈവം ഇറ്റേണൽ ആണെന്ന് പറയുന്നത്. ഇറ്റേണിറ്റിക്ക് ആരംഭമോ അന്ത്യമോ ഇല്ല. ഗോഡ് ഈസ് ഇറ്റേണൽ. അതുകൊണ്ടാണ് ദൈവം ഇറ്റേണൽ ആണെന്നുള്ള വാദം വരുന്നത്. ഇത് തന്നെയാണ് 9ാമത്തെ പോയിന്റിൽ പറയുന്ന കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ്. അറേബ്യൻ തത്വചിന്തയിൽ ഒരു കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ്. വില്യം ബി ഡ്രീസ് എന്ന് പറയുന്ന അമേരിക്കൻ ഫിലോസഫറും തിയോളജിനും സയൻസ് ഫ്രഞ്ച് ഡയലോഗിലൊക്കെ പ്രമുഖ വ്യക്തിയാണ്. അദ്ദേഹം ഒത്തിരി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ്. അദ്ദേഹത്തിന്റെ ചിന്ത ഇതാണ്. അതിൽ 1ാമത്തെ പോയിന്റ് ആയിട്ട് നിങ്ങൾ 131ാമത്തെ പേജിൽ പറഞ്ഞിരിക്കുന്നത്, നിലനിൽക്കുന്നവയ്ക്കെല്ലാം അവയുടെ അസ്തിത്വത്തിന് ഒരു കാരണമുണ്ട്. അത് അല്പം അപൂർണമാണ് ആ ഫോർമുലേഷൻ. എന്ന് പറഞ്ഞാൽ അതിനെ ഇങ്ങനെ വേണം അത് പറയാൻ വേണ്ടി: സമയത്തിൽ നിലനിൽക്കുന്നവയ്ക്കെല്ലാം, അഥവാ സമയബന്ധിതമായ ആരംഭമുള്ളവയ്ക്കെല്ലാം അവയുടെ അസ്തിത്വത്തിന് ഒരു കാരണമുണ്ടെന്ന് വേണം അത് എഴുതാൻ. അതായത് നമ്മളെല്ലാവരും ടെമ്പറൽ ബീയിങ്സ് ആണ്. നമുക്കെല്ലാവർക്കും സമയത്തിൽ ആരംഭമുണ്ട്. നമുക്കൊരു ജന്മദിനമുണ്ടല്ലോ. പ്രപഞ്ചവും സമയബന്ധിതമാണ്. അതിനെല്ലാം ഒരു കാരണമുണ്ട്. ടെമ്പറൽ ആയിട്ട് ബിഗിനിങ് ഉള്ള എല്ലാത്തിനും ഒരു ഇറ്റേണൽ കോസ് കാരണമായിട്ടുണ്ടാകുമെന്നുള്ള വാദം. അതാണ് കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ്. ആ കോസ് ആകുന്നു അൾട്ടിമേറ്റ്ലി ഗോഡ് എന്നുള്ള ആശയം. 10 മനുഷ്യ അവബോധം ആധാരമാക്കിയുള്ള തെളിവ്, കോൺഷ്യസ്നെസ്. നമ്മള് പ്രീ സോക്രാറ്റിക് ഫിലോസഫേഴ്സിനെ പറ്റി പറഞ്ഞപ്പം അനാക്സഗോറസിനെ പറ്റി മൈൻഡിനെ പറ്റി പറഞ്ഞല്ലോ. ഇറ്റേണൽ മൈൻഡ്. ഇന്ന് 2500 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴും ഫിലോസഫേഴ്സിനെ ഇപ്പോഴും കുഴയ്ക്കുന്ന ചോദ്യമാ, എന്താണ് ഈ മനുഷ്യന്റെ ബോധം? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വന്നെങ്കിലും അത് നമ്മുടെ സ്വബോധത്തിന്റെ 7 അയലക്കത്ത് കെട്ടാൻ കൊള്ളുന്ന സാധനമല്ല കേട്ടോ. അത് വെറും ഡേറ്റ മാനേജ്മെന്റ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് മാത്രമാകുന്നു. അതൊരിക്കലും കോൺഷ്യസ് അല്ല. അത് ഡേറ്റാ ബേസ്ഡ് ആൽഗോരിതമാണ്. ബിഗ് ഡേറ്റ ഉപയോഗിക്കുന്നുവെന്ന് മാത്രം. അല്ലാതെ നമ്മുടെ കോൺഷ്യസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ല അതെന്ന് പറയുന്നത്. നമ്മുടെ കോൺഷ്യസ്നെസ് എന്താണെന്നുള്ളത് എന്നും വലിയൊരു സമസ്യയാണ്. അതിനെ ആധാരമാക്കിയുള്ള തെളിവാണ് എന്തെന്ന് പറയുന്നത്. മൈൻഡിനെ പറ്റിയുള്ള ചിന്തകളിൽ നമ്മുടെ ദൈവത്തിലെ ഇറ്റേണൽ മൈൻഡ് ആകുന്നു ഗോഡ്. ഗോഡ് ഈസ് ഇറ്റേണൽ കോൺഷ്യസ്നെസ്, യൂണിവേഴ്സൽ സ്പിരിറ്റ്. ആശയം നമ്മൾ പറഞ്ഞിരുന്നുവല്ലോ. പിന്നെ സത്യത്തെ ആധാരമാക്കിയുള്ള വാദം. അതെന്താണ്? നമുക്ക് എപ്പോഴും ട്രൂത്തും അൺട്രൂത്തും തമ്മിലുള്ള ക്വസ്റ്റ്യനിൽ നമുക്ക് സഹജമായിട്ട് ട്രൂത്തിനോടൊരു ആഭിമുഖ്യം ഉണ്ടെന്നുള്ളതാണ്. മുറിവേറ്റ് കിടക്കുന്നവരുടെ വീണ്ടും ഒരു അടി കൊടുത്തിട്ട് പോകാനാണ്, അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനാണ് നമുക്ക് സ്വാഭാവികമായ ത്വര. ആശുപത്രിയിൽ കൊണ്ടുപോകാനാണ്. അത് നമ്മുടെ സഹജമായ സത്യത്തോടുള്ള പ്രതിബദ്ധത കൊണ്ടുണ്ടാകുന്നു. അത് നമുക്ക് നമ്മളിൽ അന്തർലീനമായിരിക്കുന്നത് നമ്മളെല്ലാവരും ദൈവത്തിന്റെ ഭാഗമാകുന്നു, ദൈവത്തിന്റെ തന്നെ സ്വഭാവത്തിൽ നമ്മൾ പങ്കുപറ്റുന്നവരാണെന്നുള്ള വാദം. പ്ലേറ്റോയുടെ വേൾഡ് ഓഫ് ഐഡിയാസ്, ഐഡിയൽ വേൾഡിന്റെ ഭാഗമായതുകൊണ്ടാണ് ഈ ട്രൂത്ത് എന്ന് പറയുന്നത്. പിന്നെ മനസാക്ഷി ആധാരമാക്കിയുള്ള വാക്യം പറഞ്ഞല്ലോ, അത് സെയിന്റ് അഗസ്റ്റിന്റെ ആശയത്തെ അധികരിച്ചുള്ളതാണ്. ബേസിക്കലി എന്താണത്? നമുക്ക് ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റായി പോയി എന്നുള്ള ഒരു പാപബോധമോ കുറ്റബോധമോ നമ്മളെ വേട്ടയാടുന്നത് എന്തുകൊണ്ടാണ്? നമ്മളിൽ എല്ലാവരിലും നന്മയും ട്രൂത്തും സഹജമായിട്ട് തന്നെ ഉള്ളത് കൊണ്ടാണ്. അതിന്റെ അടിസ്ഥാനം ദൈവമാകുന്നു എന്നുള്ള വാദമാണ്. പിന്നെ ആൻസലിമിന്റെ സത്താസ്തിത്വവാദം, ഒണ്ടോളജിക്കൽ ആർഗ്യുമെന്റ് നമ്മൾ പറഞ്ഞിരുന്നു. അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ മുന്നറിവും മനുഷ്യ സ്വാതന്ത്ര്യവുമാണ് 11ാമത്തെ അധ്യായം. അത് നമ്മൾ സെയിന്റ് അഗസ്റ്റിന്റെ പ്രീ ഡെസ്റ്റിനേഷൻ ആൻഡ് പ്രീ ഫ്രീ വിൽ,
ഇവ തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനെ റെക്കൺസൈൽ ചെയ്തുകൊണ്ട് പറഞ്ഞല്ലോ, ദൈവം ആരുടെയും സർവനാശത്തെ പ്രോഗ്രാം ചെയ്തിട്ടില്ല. ദൈവം നമുക്ക് സ്വതന്ത്ര ബീയിങ്ങുകളായിട്ടാണ്, ഫ്രീ വില്ല് തന്നിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ തന്നെ ഉത്തരവാദിത്വമാണ് ഫ്രീ വില്ലിനെ റെസ്പോൺസിബിൾ ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. പിന്നെ പിശാചിന്റെ ഉത്ഭവം എവിടെ നിന്നുള്ളതാണ് 12ാമത്തെ അധ്യായത്തിന്റെ ചർച്ചാ വിഷയം. അതിന്റെ സാരസത്വം ഇത്രയേ ഉള്ളൂ. ദൈവം വേറെ കുട്ടിപ്പിശാചുക്കളെ തന്നെ, ഈവിള് ഒരിക്കലും ദൈവത്തിൽ നിന്ന് വരുന്നതല്ല, ദൈവമല്ല ഈവിളിന്റെ ഉപജ്ഞാതാവ്. ദൈവം സൃഷ്ടിച്ചത് നന്മയെയാണ്. മാലാഖമാരെ മനുഷ്യരെക്കാൾ ഉപരി നന്മയോ യുക്തിയോ ബുദ്ധിയോ കോൺഷ്യസ്നെസ്സോ ഉണ്ടായിരുന്ന സ്പിരിറ്റുകളെ, ഏഞ്ചൽസിനെ ദൈവം ആദ്യം സൃഷ്ടിച്ചിരുന്നിരിക്കാം. അവ സ്വതന്ത്ര ബീയിങ്ങുകളായതുകൊണ്ട് അവർ ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ദൈവത്തെ ധിഖരിച്ചതാവാം, സ്വാതന്ത്ര്യത്തിന്റെ മിസ്യൂസ് ആവാം നമ്മളില് ഈവിള് കടന്നുകൂടാൻ കാരണം. അതാണ് ക്രിസ്തീയ ദൈവശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാട്. അതും പലപ്പോഴും മോറൽ ഈവിളിൽ നിന്നുള്ള വ്യാഖ്യാനമേ ആകുന്നുള്ളൂ. എന്നിരുന്നാലും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് പോലുള്ള ഈവിൾ എങ്ങനെ ഉണ്ടാകുന്നുള്ളതിന് അവിടെ പൂർണ്ണമായ വ്യാഖ്യാനമില്ല. വേണമെങ്കിൽ വേറെങ്കിലും ഈവിൾ ഫോഴ്സിന്റെ ക്രമമാണെന്ന് പറയാം. അതിൽ വേറെ വ്യാഖ്യാനങ്ങളുണ്ട്. അത് ഈവിളിനെ പറ്റി ഞാൻ ഉടനെ തന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഇന്ററാക്ഷൻ നടത്തുന്നുണ്ട്. എത്തിയിസ്റ്റുകളും ഒക്കെ ആയിട്ട് മെയിനായിട്ട് അതിൽ ചർച്ച വരുന്നു. അതിൽ ഫിലോസോഫിക്കൽ കൂടുതൽ താല്പര്യമുള്ളവർക്ക് പിന്നീട് ആ വിഷയത്തിൽ അന്നേരം അതേപ്പറ്റി കൂടുതൽ പഠിക്കാവുന്നതാണ്. ഞാനിവിടെ ക്രിസ്തീയ ദൈവശാസ്ത്രം മാത്രം നിങ്ങളോടൊന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. അത് മിസ്യൂസ്, ദൈവം സൃഷ്ടിച്ച ഉന്നത ബീയിങ്ങുകളുടെ സ്വാതന്ത്ര്യത്തിന്റെ മിസ്യൂസ് ആണ് ഈവിളിന്റെ ആരംഭം. അത് ദൈവം ഒരിക്കലും ഈവിളിന് കാരണമാകുന്നില്ല, ഉടയവനല്ല എന്നുള്ള കാഴ്ചപ്പാടാണ് അവർ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഒരു അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പദങ്ങളുടെ സമ്മറി ഒഴികെ ബാക്കിയെല്ലാം തന്നെ അതിന്റെ സാരാംശം ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ പദങ്ങൾ നമുക്ക് അതിലേക്ക് പോകാനായിട്ട് നമുക്ക് സമയമില്ല. അതിൽ പുതിയ കാര്യങ്ങളൊന്നുമില്ല. പ്രാക്ടിക്കലി ടേംസ് മാത്രമേ ഉള്ളൂ. അതിന്റെ അധിക വിശദാംശങ്ങൾ പുസ്തകത്തിൽ മലയാളത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നേ ഉള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് സമയം അനുവദിക്കുന്നുവെങ്കിൽ എന്തെങ്കിലും ചോദ്യങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴിവിടെ അവസാനിപ്പിക്കാം. കൃത്യസമയമാകുകയും ചെയ്യും. ഓക്കെ.